മോൻ്റെ പേര് ഇവാൻ. അങ്ങനെ പതൊക്കെ അവൻ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വലിച്ച് പെട്ടെന്ന് ഇവിടെ ഒന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സർവശക്തനായ പിതാവേ ചൊല്ലിക്കൊണ്ടിരുന്നു. അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരയുമായിരുന്നു എൻ്റെ മോന് വേണ്ടി. ആയിരം നന്ദി. എൻ്റെ പേര് അശ്വത. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 11, 2024 ഞാനിവിടെ കൃപാസനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ട്രോള് വഴിയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണിത്. എൻ്റെ ചേച്ചി എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരത്തില്ല, ഞാൻ വേണമെങ്കിൽ കൂട്ടിന് വരാം, അല്ലാതെ ഉടമ്പടി ഒരിക്കലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക എനിക്ക് പെട്ടെന്ന് ഉടമ്പടി എടുക്കാനൊരു അവസരം വന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇവിടെ വന്ന് ക്ലാസ് കൂടിയപ്പം നമ്മൾ 6 നിയോഗമൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഞാനും ചേച്ചിയും പറഞ്ഞു നമുക്ക് 3 മാസം എടുക്കാം, പിന്നെ നമുക്ക് മാർച്ച് ആകുമ്പോൾ ഞങ്ങൾക്ക് പുതുക്കേണ്ട ടൈമാണ്. അപ്പോൾ നമുക്ക് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും പിള്ളേരുടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നെ ജൂണിൽ തുടങ്ങാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ 6 നിയോഗം ഇട്ട് ഞങ്ങൾ അപ്പോൾ എൻ്റെ അവത്തിൽ 6ൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ നെയ്ബറായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. നമ്മുടെ വീടിൻ്റെ മേളോട്ടായിരുന്നു മരം കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പല വഴിക്കും അത് എങ്ങനെ വെട്ടാമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവരൊരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പേരൻസിന് പ്രായമായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും, ഇടയ്ക്ക് വിളിച്ചവർക്ക് കാറ്റും മഴയൊക്കെ വരും എപ്പോഴും വിളിക്കും. എനിക്ക് പേടിയാവുന്നു, വീഴുവോ എന്നിങ്ങനെ എപ്പോഴും വിളിക്കും. അപ്പോൾ ഞങ്ങൾക്കും അത് ഇവിടെ നിന്ന് കേൾക്കും, ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പല വഴിക്കും ഞങ്ങളത് പറഞ്ഞു നോക്കി, പഞ്ചായത്ത് വഴി, അങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് ഒരിക്കലും അടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വണ്ടി കയറി ബസ്സിൽ കയറി പോകും. ഞാൻ ആദ്യം മെസ്സേജ് നോക്കി, വാട്സപ്പ് നോക്കിയപ്പം ചാച്ചൻ്റെ മെസ്സേജ് കിടക്കുകയാണ്, അവർ ചില്ല വെട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവരൊരിക്കലും വെട്ടത്തില്ലെന്ന് പറഞ്ഞവരായിരുന്നു അവർ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പതുക്കെ ഉടമ്പടി ഫലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഉടമ്പടി എടുത്തു. അപ്പം ചില്ല മാത്രം വെട്ടിയുള്ളൂ. അപ്പോൾ ഡിസംബറിലാണ് ചില്ല വെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിൽ പോയി ഉപ്പ് നമ്മുടെ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് അതിലിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളും അത് വിട്ടു. പിന്നെ വലിയ അമ്മയ്ക്കും ചാച്ചനായാലും വിഷമം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പോട്ടെ എന്നുള്ള മാതാവ് നോയിക്കോളും എന്നുള്ള മാതാവിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചത്. എപ്പോഴും പ്രാർത്ഥനയിൽ ഇതെപ്പോഴും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ജൂൺ ആയപ്പോൾ എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമായപ്പോൾ ഞാനൊരു ദൈവം എനിക്കിത് ഈ സാക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്കിത് ചില്ല മാത്രമേ, ഞാൻ മരം വെട്ടാനല്ല ഞാൻ നിയോഗം വരുതേ, ചില്ല മാത്രം വെട്ടി ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 8:30 വാട്സപ്പ് നോക്കിയപ്പോൾ അമ്മ മെസ്സേജ് ഇട്ടേക്കുക, മക്കളെ അവർ മരം വെട്ടിക്കൊണ്ടിരിക്കുക, 1 അല്ല 4 മരം നമ്മുടെ ഇവിടെ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് എങ്ങനെ നടന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അമ്മമാത ഇറങ്ങി വന്ന് സഞ്ചാരിമാത അവിടെ വന്നോട് പ്രവർത്തിച്ചൊരു സംഭവമായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ്റെ പേര് ഇവാൻ. അവൻ 6th പഠിക്കുന്നു. കൊറോണ ടൈം, അത് ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൊറോണ ടൈം വരുന്നത്. അപ്പം അന്ന് തൊട്ട് സ്കൂൾ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ പതൊക്കെ അവൻ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് പ്രത്യേകിച്ച് എനിക്കും ഹസ്ബൻഡാണ് കൂടുതൽ അതിനെക്കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത്. TV ഒക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ പേരൻസിന് അറിയാതെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുടെ പേരൻസ് മനസ്സിലാവും അതിൻ്റെ വിഷമം എന്താണെന്ന്. ചുമ്മാ ചിരിക്കുക, TV കാണുമ്പോൾ ചാട്ടവും ബഹളവും, നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യപ്പെടും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അവൻ അറിയുന്ന പോലും ഇല്ല, കാണത്തില്ല ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം. ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉടമ്പടി എടുത്ത് ജാനുവരി ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ട് പിന്നെ ബ്ലസ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് പോകേണ്ടത് ഞാൻ വിളിച്ചു ചോദിച്ചു അച്ഛനുണ്ടോ. അപ്പോൾ അച്ഛനുണ്ട്, 1:30 വരെ ഉള്ളൂ, അതിൻ്റെ മുന്നേ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു കൂപ്പണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 1:30 കഴിഞ്ഞു, ഓഫീസ് അടച്ചു. എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണമാണ് ലേറ്റ് ആയത്, ബ്ലോക്ക് ഉണ്ടായിരുന്നു, മൊത്തം പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ അവിടെ വിഷമിച്ചു പോയി. പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോൺ പോലും എടുക്കാതെയാണ് കൃപാസനത്തിൽ ഇറങ്ങി. ഹസ്ബൻഡും പിള്ളേരും കാർ പാർക്ക് ചെയ്യാൻ പോയി. അവിടെ നിന്നപ്പോൾ ഓഫീസിനോട് നിന്നപ്പോൾ അകത്തുനിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാ പ്രശ്നം, കയറി വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പറയാൻ എൻ്റെ മോൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ ചേട്ടനോട് എന്താ പറ്റി മോൻ എന്താ പറ്റി, ഞാൻ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രം എനിക്ക് വേറെ ഒന്നും എൻ്റെ വായിന്ന് വരുന്നില്ല, എനിക്ക് എന്നെ പറയേണ്ടതെന്ന് പോലെ ഞാൻ അങ്ങനെ കരയുക.
അപ്പോൾ ചേട്ടൻ വിഷമിക്കേണ്ട, ഇപ്പം വേണേൽ അച്ഛൻ ഇപ്പം പോവും, പെട്ടെന്നൊരു കൂപ്പൺ തരാമെന്ന് എഴുതാം. ഇപ്പം എൻ്റെ ഫോണില്ല, ഒന്ന് വിളിച്ച് പറയാൻ, മോനെ ഇങ്ങോട്ട് കയറ്റി വിടാൻ പോലും പറയാൻ എൻ്റെ ഫോണില്ല, ഭയങ്കര തിരക്കും. ഞാൻ അവിടെ നിന്ന് എന്നെ മാതാവിന്ന് വിളിച്ചപ്പോൾ നോക്കും, എൻ്റെ മോൻ്റെ കൈ പൊക്കി കാണിക്കും അങ്ങ് ദൂരേന്ന്. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വലിച്ച് പെട്ടെന്ന് ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നു. മോനെ അച്ഛൻ ഇവിടെ വന്ന് ബ്ലെസ് ചെയ്തപ്പോൾ ഞാനവിടെ മോൻ സർവശക്തനായ പിതാവ് കുഞ്ഞ് അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സർവശക്തനായ പിതാവ് ചൊല്ലിക്കൊണ്ടിരുന്നു. അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരയുമായിരുന്നു എൻ്റെ മോന് വേണ്ടി. അങ്ങനെ ബ്ലെസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചുപോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ അത് വിട്ട് കഴിഞ്ഞ് ഒരു മാർച്ചൊക്കെ ആയപ്പം ഇവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എക്സാം ഒത്തിരി ബ്രേക്ക് ഉണ്ട് ഇവർക്ക് എക്സാം ടൈമിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇപ്പം മോനെ വീട്ടിലുണ്ട്, അപ്പോൾ ടി വി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചുമ്മാ അവിടെ ഇരുന്ന് കാണും, സാധാരണ ഒരാൾ എങ്ങനെ ടി വി കാണും അങ്ങനെ കാണുക. അപ്പം ഞാൻ 2-3 ദിവസം ശ്രദ്ധിക്കുന്നത്, പിന്നെ എന്നെ പ്രശ്നമൊന്നും ഇല്ല, ഇതിന് എന്നെ പറ്റിയെന്ന് ഓർത്ത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് അപ്പം മനസ്സിലായി എൻ്റെ അമ്മമ്മ അതെൻ്റെ മോനെ തൊട്ട് നിൽക്കും മനസ്സിലായി. അങ്ങനെ എൻ്റെ മോന് പൂർണ്ണമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്ന് സൗഖ്യം കിട്ടി. പിന്നെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കറിയാം നല്ല ഭയങ്കര സ്ട്രെസ്സും ഉള്ളൊരു ഫീൽഡാണ്. ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിടയ്ക്ക് ഹസ്ബൻഡ് 16 ഇയേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വേറെ ജോലി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഹസ്ബൻഡിനും അറിയാം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ, പക്ഷേ കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. ജോലി മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പിന്നെ 2 വർഷമായിട്ട് ഹൈക്കില്ല. പിന്നെ ഇപ്പോൾ ഒരു ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. ഒരു 9:30 ഒക്കെ വീട്ടിൽ വന്നാലും 10:30 മീറ്റിംഗ്. ഇപ്പോൾ കിടക്കാൻ നേരത്ത് 11 മണിയാകുമ്പോൾ ചുമ്മാ ഫോൺ നോക്കുമ്പോൾ സ്കൈപ്പിൽ കിടക്കുന്ന 1:30 മീറ്റിംഗ്, രാത്രി 1:30 മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കാൻ ഉറക്കമില്ല. അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിക്കുന്നത് തന്നെ വാട്സപ്പിൽ കൂടെയാണ്, ഫോണിൽ കൂടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യലാണ് ഞങ്ങൾ തന്നെ സംസാരിക്കും. ഞങ്ങൾക്ക് അത്രയും ഉണ്ട്, ഞങ്ങൾക്ക് അതങ്ങ് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് നേരെ കാണാൻ പോലും ശരിക്കുമ്പോൾ നേരമില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡ് എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു ഹസ്ബൻഡ് ജോലി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡ് ഞാൻ കൃപാസന വരുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അനുഭവത്തോടെയാണ് ഞാൻ ഇവിടെ വന്നതും. പക്ഷേ പത്രം കൊടുക്കുക അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ രാവിലെ ഞാൻ 12 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നെ ചോദിക്കുന്നത് ഇപ്പം ഫുൾ ടൈം പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ ഹസ്ബൻഡിനോട് വന്ന് അച്ഛനാണെങ്കിൽ ഒരു ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുക, എന്തെങ്കിലും അപ്പോൾ ചെയ്യത്തില്ല, ചെയ്യത്തില്ല, എനിക്ക് വേണ്ട, എൻ്റെ ആവശ്യമില്ലെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ പതുക്കെ ആക്കും മനസ്സിലായി. ഒരു ഇൻ്റർവ്യൂ കോളും പോലും പേരിന് പോലും വരുന്നില്ല. ഇടയ്ക്ക് വന്നാൽ പോലും ഇൻ്റർവ്യൂ സെലക്ട് ആവും, HR റൗണ്ട് വരെ കഴിയും. പക്ഷേ പിന്നെ ഓഫർ ലെറ്റർ വരുന്ന ടൈം ആകുമ്പം ഒരു ഓഫർ ലെറ്റർ പോലും ഇല്ല. പിന്നെ നമ്മൾ വിളിച്ചു നോക്കി എന്താ ഓഫർ ലെറ്റർ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പിന്നെ റിപ്ലൈ ഇല്ല, ഹോൾഡിലാന്ന് എപ്പോഴും ഹോൾഡ് എന്ന വാക്ക് നമ്മൾ കേട്ടില്ല. നമ്മൾ മടുത്തു. അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അച്ഛന് ലേറ്റായിട്ട് വരും. ഇപ്പോൾ സൺഡേ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പം പോലും വരും, നമുക്ക് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ കുർബാനയ്ക്ക് ഇറങ്ങി മീറ്റിംഗ് കൂടുകയായിരുന്നു പതിവ്. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ആൾക്ക് മനസ്സിലായി, മെറിറ്റെല്ലാം പോയി എന്നുള്ളത് മനസ്സിലായി. ഞാൻ പതുക്കെ നോക്കുമ്പോൾ എൻ്റെ കൃപാസനെക്കുറിച്ചുള്ള യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു ദിവസം പറഞ്ഞു നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, എന്താ അങ്ങനെ പറയാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവി പറഞ്ഞ് ഇടപെട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു 5:30 ആകുമ്പോൾ എന്നെയും വിളിക്കണം, പ്രത്യക്ഷണ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉടമ്പടി ഞാൻ ഒന്ന് പുതുക്കി കഴിഞ്ഞ് അപ്പം പതുക്കെ ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത് IT ഫീൽഡുള്ളവർക്ക് മനസ്സിലാവും, 3-4 റൗണ്ടുണ്ട്. ഒരു 1.5-2 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും, ടെക്നിക്കൽ റൗണ്ട്, അങ്ങനെ പല റൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഞാനപ്പം ഇപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും മിക്കതും. അപ്പോൾ ഞാൻ ആ സമയത്ത് കാശുരൂപം കൊടുക്കും, ഉപ്പിട്ട് പ്രാർത്ഥിക്കും, എല്ലാം തേന് ഉപ്പെല്ലാം കൊടുക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഫുൾ ടൈം ഞാൻ കൊന്തയും ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി നീലയും പച്ചത്തിരിയും കത്തിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഒരു കൊന്ത ചൊല്ലി തീരുന്നതിന് മുന്നേ തന്നെ ആൾ ഇറങ്ങി വരും, ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സംശയം ഇൻ്റർവ്യൂ തന്നെയായിരുന്നോ, എനിക്ക് അറിയത്തില്ല, അവർ എന്നെ ചോദിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, ചുമ്മാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ CEO റൗണ്ട് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഫാമിലി കാര്യങ്ങളാണ് ചോദിക്കും, പിള്ളേരുടെ പേരെന്താ, ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ CEO റൗണ്ട് എന്നൊക്കെ പിള്ളേർക്കും അറിയാം ഭയങ്കര ടെക്നിക്കൽ ആയിരിക്കുന്നു. അതൊന്നുമില്ല, പെട്ടെന്ന് 10-15 മിനിറ്റ് അരമണിക്കൂർ മാക്സിമം അരമണിക്കൂറിന് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വരുന്നു ഇൻ്റർവ്യൂ ക്ലിയറായി. അപ്പോൾ അച്ഛൻ തന്നെ സംശയം, ഇത് എങ്ങനെ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോട് ചോദിച്ചില്ല, ഇൻ്റർവ്യൂ തന്നെയാണോ നടന്ന് അങ്ങനെ. അപ്പോൾ ഞാൻ എത്ര എമൗണ്ടാണോ ഇതിൻ്റെ ഉടമ്പടിയിലിട്ടത് നിയോഗത്തിലിട്ടത് ആ സെയിം എമൗണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 1 വീക്കിനുള്ളിൽ ഇതിൻ്റെ വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു.
ആ കോള് വന്നപ്പം ഇതുപോലെ തന്നെ പല റൗണ്ടുകൾ കഴിഞ്ഞ് നിന്ന് ഒരു അരമണിക്കൂറിനുള്ള റൗണ്ട്സ് ക്ലിയർ ആവുന്ന എല്ലാം അതും 1 വീക്കിൽ അതും ക്ലിയറായി. പക്ഷെ അവർ പറഞ്ഞ ഓഫർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട സെയിം എമൗണ്ട് ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത എമൗണ്ട്, ഞങ്ങൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു എമൗണ്ട് ആയിരുന്നു മാതാവ് തന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഹസ്ബൻഡ് ജൂൺ 10 അവിടെ ജോയിൻ ചെയ്തു. അമ്മ മാതാവിന് തിരുമ 1000 നന്ദിയോടെ ഞങ്ങൾ ഇത്രമാത്രം ഉയർത്തിയതിന്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പം സത്യം പറഞ്ഞ ഉടമ്പടി നിയോഗത്തിലെ കാര്യങ്ങൾ സാധിച്ചതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണ് മാറ്റം വന്നത്. എൻ്റെ ചുറ്റും 4 പള്ളികളാണ് ഞാൻ താമസിക്കുന്നിടത്തുള്ള. ഇത്രയും നാളും കാണാതെ പോയ പള്ളികളാണത്. എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാ പള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും നടക്കാനുള്ള ദൂരമുള്ള പള്ളികളൊന്നല്ല, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എനിക്ക് എവിടെയൊക്കെ പള്ളിയുണ്ടെന്നും എവിടെയൊക്കെ എത്ര മണിക്ക് കുർബാനയെന്ന് പോലും എനിക്കിപ്പോൾ അറിയാം. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും, ഇതെന്നെ ഫുൾ ടൈം പള്ളി തന്നെയാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നത് 3:30. അപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാനും രാവിലത്തേനും പോകാൻ പാടാം. 7 മണിക്ക് ഒരു ബസ് വരും. അപ്പോൾ എനിക്ക് രാവിലത്തേനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് എടപ്പള്ളി കുർബാനയുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഓർക്കുമ്പോൾ ഞാനാണ് ഈ പോകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നട്ടുച്ച വെയിലത്തൊക്കെ ഞാൻ പള്ളി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ ആദ്യമൊക്കെ ഓൺലൈൻ കുർബാനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുർബാന സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് കൊതിയായിരുന്നു. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ നമുക്ക് അത്രയും അതിനേക്കാൾ എനിക്ക് ഈശോനെ സ്വീകരിക്കും. ഓൺലൈനിൽ കുർബാന കാണണം, എനിക്ക് ഈശോനെ സ്വീകരിക്കണം, എൻ്റെ നാവിൽ തന്നെ സ്വീകരിക്കണം എന്നുള്ള തോന്നല്. അങ്ങനെ എനിക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ആദ്യമൊക്കെ പള്ളിയിലാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എനിക്ക് പള്ളിയിൽ കൊടുക്കാനൊരു മടിയാണ്, കാരണം എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഓരോ ജംഗ്ഷനിൽ സ്കൂട്ടർ വെച്ച് ഞാൻ പിന്നെ ആ ജംഗ്ഷൻ ഫുൾ നടന്ന്, ഈ ഉച്ചയാണെന്നൊന്നും നോക്കത്തില്ല, ഉച്ചയ്ക്കായാലും മഴയായാലും എല്ലാം ഞാൻ നടന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. ആ വെയിലത്തൊക്കെ പണ്ട് മാർച്ചിലൊക്കെ വെയിൽ ഭയങ്കര ചൂടല്ലേ, എനിക്ക് ആ വെയിലത്ത് പോലും നടന്നിട്ട് എനിക്ക് ക്ഷീണമില്ല. എനിക്ക് വെള്ളം കുടിക്കണമെന്നോ തളർച്ചയോ ഒന്ന്, വീട്ടിൽ വരെ ഫ്രഷായിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഈ ചമ്മലാണോ അവരെന്നെ നമ്മൾ ഡെയിലി കാണുന്നവരാണ്, അവരെന്നെ നമ്മളെക്കുറിച്ച് വിചാരിക്കും, അവരെന്നെ പറയും എന്നുള്ള തോന്നലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ താമസിക്കുന്നിടത്ത് വേണ്ടേ ആദ്യം പ്രേക്ഷിതപ്രവർത്തനം ചെയ്യാനും. അങ്ങനെ ഞാൻ ഞാൻ ഡെയിലി പത്രം കൊടുക്കും. പത്രത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി എണ്ണ തേച്ചാണ് ഞാൻ കുരിശ് വരച്ചാൽ കൊടുക്കാറ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫ്ലാറ്റുകൾ ഇറങ്ങി ഓരോ ഫ്ലാറ്റിലും എനിക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 കെട്ടിന് 3 കെട്ടാൻ എപ്പോഴും മേടിക്കാറാവത്ത, 1 കെട്ട് പത്രം എപ്പോഴും ഫ്ലാറ്റിലാണ് കൊടുക്കാറ്. ഇപ്പം എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആത്മജീവിതം ഞാൻ വിട്ടുപോയത്, ഞങ്ങളിപ്പോൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പേരിന്, അത് സന്ധ്യാപ്രാർത്ഥന വിളിക്കുമ്പോഴേ ഇവർ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ, TV കാണണം പൊങ്ങനെ. അപ്പം നമ്മളും ദേഷ്യപ്പെടാം, ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ. അതുപോലെ വഴക്കായിരുന്നു. നമ്മളിപ്പം രാത്രി 12 മണിക്ക് വിളിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, 2 ഇടവും വാലവും നിന്ന് മുട്ടുകുത്തി നിന്ന് അവർ ഇപ്പം കൊന്ത പിടിക്കാൻ വരെ അവരടിയായിരുന്നു. അതുപോലെ കൊന്ത പിടിച്ചാണ് അതിന് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഞങ്ങൾ ആത്മജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇത് വന്നത് ആത്മജീവിതത്തിലാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജിലൊക്കെ പിള്ളേരെയും കൊണ്ട് തന്നെ പോകാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കൃപാസനം ഉടമ്പടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ മാസം അവസാന സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എവിടെയെങ്കിലും ഓർഫനേജോ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമോ വയ്യാത്തവരെ കാണാൻ പോകാറുണ്ട്. പിന്നെ ഓൺലൈനും അല്ലാതെ അറിയാൻ സഹായം വേണ്ടവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഒരു കുട്ടീനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അമ്മ അത് കാണിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പറയില്ല, എവിടെ പോയാലും ലോകത്തിൽ എവിടെ പോയാലും ഒരു മലയാളി കാണുമെന്ന്. അതുപോലെയാണ് ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ എവിടെ പോയാലും ഈ കൃപാസന ഉടമ്പടി എടുക്കാത്ത ആരെങ്കിലും കാണാതിരിക്കത്തില്ല. അത്രയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസന മാതാവേ, യേശുവേ നന്ദി. എൻ്റെ പേര് അരുൺ. എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്ത് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ 16 വർഷമായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു 2 വർഷമായിട്ട് ഹൈക്കുകളൊന്നും കിട്ടുന്നില്ല. IT-യിലുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും അവിടെ ഒരു ഹൈക്ക് ഉണ്ടാകും. പക്ഷേ 2-2.5 വർഷമായിട്ട് ഹൈക്ക് കിട്ടുന്നില്ല. അപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ ഇവിടെ വന്നു.
ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി, വരുന്നതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വന്നത് ജസ്റ്റ് ഒരു ടെസ്റ്റായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പിന്നെ നമ്മളുടെ ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കണം. IELTS പോകുന്ന പോലെ ലാംഗ്വേജ്, റിട്ടൺ, ലിസണിങ് അങ്ങനെയുള്ളൊരു ടെസ്റ്റ് മാത്രം. അപ്പം അത് ഞാൻ ക്ലിയറായി. അതിൻ്റെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എന്നെ അവർ വിളിച്ചിട്ട് എൻ്റെ സെക്കൻഡ് റൗണ്ട് വന്ന് ആകെ 2 ചോദ്യമാണ് ചോദിച്ചത്. അത് കഴിഞ്ഞു, ക്ലിയറായി. നെക്സ്റ്റ് വന്ന് HR വന്ന് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. നോർമലി ഇതിനു മുമ്പുള്ള എല്ലാ ഇൻ്റർവ്യൂസും മിനിമം 45 മിനിറ്റ് എന്നോട് ചോദ്യം ചോദിക്കും. 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പം പല സിനാരിയോസ് തന്നിട്ടുണ്ടാകും. ഇത് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് അടുത്ത പോസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഹയർ പൊസിഷനിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ക്ലിയർ ആയത്. പിന്നെ വീണ്ടും 1-2 ഇൻ്റർവ്യൂസും കൂടെ വന്നു. നെക്സ്റ്റ് വന്ന ഇൻ്റർവ്യൂ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ, ടെക്നിക്കൽ റൗണ്ട്. ആ 90 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് HR റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു, ടെക്നിക്കൽ റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു, ഇനിയുള്ളത് CEO റൗണ്ടാണ്. CEO റൗണ്ടിനും വീണ്ടും ഏകദേശം ഒരു 1 അവറിന് മേളുണ്ടായിരുന്നു. പുള്ളി കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ചോദ്യം ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കി അല്ലാതെ വൈഫ് എന്ത് ചെയ്യുന്നു, ഇതിന് മുമ്പ് എവിടെയാണ് പഠിച്ചത്, പിള്ളേരുടെ പേരെന്താണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ പറഞ്ഞു. അതിനുശേഷം HR വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് ഞാൻ ഇവിടെ ക്യാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടപ്പോൾ ഇട്ടിരുന്ന അതേ എമൗണ്ട്, പക്ഷേ അത് ഞാൻ ചോദിച്ചിരുന്നില്ല, അതേ എമൗണ്ട് മാതാവ് എനിക്ക് തന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് ആദ്യം പറഞ്ഞ ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കഴിഞ്ഞ ദിവസം അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പത്രോസ്ലീഹ മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു, രാത്രി മുഴുവൻ ശ്രമിച്ചു. പക്ഷേ യേശുദേവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവിടെ ഇട്ടു. അപ്പോൾ ഒരു സംശയവും കൂടാതെ പത്രോസ്ലീഹ അവിടെ വലയിട്ടു. അവിടെ മീൻ എത്രയാണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അനുഭവത്തിലെ കാര്യമാണിത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ കഴിവല്ല, എല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതുപോലെ ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ 4 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിലാണ്. ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ ഉടനെ ഉടമ്പടി എടുക്കും, അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിലെ അമ്മയായാലും എൻ്റെ അമ്മയായാലും എല്ലാവരും ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് നയിക്കുന്നത്. അവർക്ക് പ്രായമായതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ 2 പേരും ഉടമ്പടി തന്നെയാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈയിടെ രാവിലെ 5:30 എഴുന്നേക്കാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പം എന്നെ രാവിലെ വിളിച്ച്, മോളെ ഞാൻ എഴുന്നേറ്റില്ല, പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഡെയിലി ബ്രെഡിൽ അച്ഛനിങ്ങനെ ആദ്യം തുടക്കത്തിൽ പ്രാർത്ഥനയില്ല തുടങ്ങി. പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞ് പ്രായമുള്ളവർ 5:30 എഴുന്നേക്കാൻ ഇച്ചിരി മടിയുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാനത് അറിയുന്നുണ്ടെന്ന് ഇങ്ങനെ രീതി അച്ഛൻ പറഞ്ഞു. അത് അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ആദ്യമായി ഇത്രയും നാളോട് അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു, അച്ഛനെല്ലാം കാണുന്നുണ്ട്, അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി അത് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണ്. എൻ്റെ മോൾക്ക് ഇടയ്ക്ക് നെക്ക് പെയിൻ വരും. അപ്പം നെക്ക് പെയിൻ വരുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പിറകെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്കൂളിൽ തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ബസ്സിൽ കയറിയപ്പോഴും നെക്ക് പെയിൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ അമ്മ തന്നില്ല, ഞാൻ തൈലം പൂശിയതല്ല, അതുകൊണ്ടാണ് പോയത്, അമ്മ മാധവ് മാറ്റി തന്നാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഞാനാണ് ബസ്സിൽ കയറിയപ്പോഴും ഞാൻ കൊന്ത പിടിച്ചു, എൻ്റെ കൃപാസന അമ്മയെന്ന് വിളിച്ചു, അപ്പോഴത്തേക്ക് എൻ്റെ നെക്ക് പെയിൻ അങ്ങ് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് ഈ പ്രായത്തിൽ എൻ്റെ മോൾ അങ്ങനെ പറയുന്നുണ്ട്, അവളുടെ വലുതാകുമ്പോഴും എൻ്റെ മക്കളുടെ കൂടെ അമ്മ മാതാവ് ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ മരണം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിൽ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഉടമ്പടി ജൂണിൽ പിന്നെ പുതുക്കാമെന്ന് പറഞ്ഞ വ്യക്തികളാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ 90 ദിവസം എണ്ണിയായിരിക്കുന്നത്, എന്ന് ഞങ്ങൾ അടുത്ത ഉടമ്പടി എടുക്കണം. ഞങ്ങൾ ജീവിതകാലം മൊത്തം ഞങ്ങൾ ഉടമ്പടി നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ കാശ് രൂപം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ പെട്ടിക്കകത്ത് എൻ്റെ കൂടെ എൻ്റെ കാശ് രൂപം കൂടെ കാണണമെന്ന്. അതുപോലെ എനിക്ക് ആ കാശ് അത്രയും വിലപ്പെട്ടതാണ്.
അതിൽ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ കാശുരൂപം കൊണ്ടാണ് ഇരിക്കാറ്. ഞങ്ങളിപ്പോൾ എവിടെ പോയാലും തൈലം പൂശി ഉപ്പും തേനും ഒക്കെ ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെ അമ്മമാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. 145 സങ്കീർത്തനം 19 തിരുവചനം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അശ്വതയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പലരും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് പോലെ ട്രോള് കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കൃപാസനത്തിനോടൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചിലരൊക്കെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കാണണം, ഇവിടെ പറയുന്നത് എന്താണെന്ന് കാണണം. സാക്ഷ്യത്തിൻ്റെ അടുത്തായാലും ചിലരൊക്കെ വന്ന് വളരെ സ്ക്രൂട്ടിനി ഒബ്സർവേഷനൊക്കെ നടത്തി പോകുന്നത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട്. എന്തായാലും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ളവർ പലരും ഇവിടെ വന്ന് ഇന്ന് നാം ആരാധനയിൽ പ്രാർത്ഥിച്ചതുപോലെ ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നുള്ള ആ പ്രാർത്ഥന ഇന്ന് ഇവരുടെ കുടുംബത്തിൽ വളരെ ശക്തമായിരിക്കുകയാണ്. ഈശോ വളരെ ആഴത്തിൽ ഇടപെട്ട് വളരെ ആത്മാർത്ഥമായി ഇടപെട്ട ഒരു ജീവിത സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അശ്വത താൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ വളരെ വിശ്വസ്തയായിരുന്നു എന്ന് ഏറ്റുപറയുന്നു. തനിക്ക് എപ്പോഴും തനിക്കില്ലാതിരുന്ന പല ഗുണങ്ങളും തനിക്ക് കയറി വന്നു. തനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അടുത്ത് 4 പള്ളികളുണ്ടായിരുന്നു, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അത്രമാത്രം സ്വാർത്ഥയായിരുന്നു, കാരണം എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റുള്ളവരെ ഞാൻ ഉപദ്രവിക്കാനൊന്നും പോയില്ലെങ്കിലും ഞാൻ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ആ ഒരു ഹൈ ലെവലിൽ നിന്ന് ഈശോയിലേക്ക് വളർന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു സിംപ്ലിസിറ്റി, ആ ഹ്യൂമിലിറ്റി, പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മാത്രം ചെറുതാകാനും അത്ര വലുതാകാനും ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത. ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലി കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആദ്യമായി താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു മരങ്ങളുടെ നെയ്ബർഹുഡിലെ മരങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നത് ഇവരുടെ ചുമരിനെയും വീടിനെയും വളരെ മോശമായി ബാധിക്കുമായിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയിരുന്നുകൊണ്ട്, ഇൻലോസ് വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവരോട് വഴക്ക് പിടിക്കാനൊന്നും പോയില്ല. നല്ല ഫാമിലിയാണ്. പക്ഷേ ഇവർ പറയുന്നതൊക്കെ അവർ വളരെ മോശമായി എതിർക്കുകയും സംസാരിക്കുകയും നമുക്കൊന്നും കേട്ടാൽ മോശമായി തോന്നുന്ന വളരെ മോശമായ രീതിയിലായിരുന്നു അവരോട് എതിർത്തിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ നിറങ്ങിയ ഉടനെ തന്നെ ചാച്ചൻ ഇവർക്ക് ഒരു മെസ്സേജ് വിട്ടു. അവർ ചില്ല മുറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവർ 4 മരങ്ങളും മുറിച്ച് ഇവരുടെ ഉടമ്പടി നിയോഗം ആദ്യത്തെ സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, ചില കാര്യങ്ങൾ സംശയിക്കുന്നവർക്ക് ഇൻസെൻറ്റീവായി വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഉത്തരം നൽകുമെന്ന്. ഇൻസെൻറ്റീവായി കൊടുത്ത ആ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ടച്ച് അശ്വതയ്ക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി അനങ്ങി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കരുതെന്ന് അച്ഛൻ പറയാറുണ്ട്. അവിടെയാണ് അശ്വത ഇവിടെ രക്ഷപ്പെട്ടത്. തൻ്റെ കുടുംബത്തെ മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുവാനും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് തങ്ങളുടെ കുടുംബത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബം അശ്വതയ്ക്ക് അവസാനമായി പറയാനുള്ളത് ഇതാണ്, ഞാൻ മരിച്ചു പോയാലും എൻ്റെ മക്കൾ ഇനി ഉടമ്പടിയിൽ തുടരുമെന്ന വലിയ ദൃഢമായ വിശ്വാസത്തിലാണ് താൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വലിയ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും പടിപടിയായി ഈശോയെ സ്നേഹിക്കുവാനുമുള്ള ഒരു ദൈർഘ്യം തനിക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. നാം കാണുന്നുണ്ട് അശ്വത പത്രം കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ചമ്മലൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുന്ന വെറോനിക്കയെ പോലെ ഈ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള ആ ഒരു വലിയ ഇൻറ്റിമസിയിലേക്ക് ഈ കുടുംബം എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സാക്ഷ്യത്തെ കൺക്ലൂഡ് ചെയ്യാം.
ഇവരുടെ ജീവിതം എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മ എപ്പോഴും ഇവരോട് കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ മക്കൾ എപ്പോഴും സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും ആഴപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയിലേക്ക് വളരട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് റീനു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി അമ്മ മാതാവിന് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ BSc നഴ്സിംഗ് 4th ഇയർ പാസ്സാകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത്. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ്, യൂട്യൂബ് വഴി ഒരു കുട്ടിയുടെ സാക്ഷ്യം കണ്ടാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ജയിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞാൻ മാതാവിന് രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളായിരുന്നു. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോവുകയും പറ്റുന്ന ദിവസം കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടുത്തെ അമ്മയുടെ കാശുരൂപം വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ചേട്ടായുടെ കൂട്ടുകാരൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരു കാശുരൂപം കൊണ്ടു തരണം. അങ്ങനെ എനിക്ക് കാശുരൂപം കൊണ്ടു തന്നു. ആ കാശുരൂപം വെച്ച് ഞാൻ എല്ലാ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത എല്ലാ പരീക്ഷ ഞാൻ വിജയിക്കുകയും ചെയ്തു. 4th ഇയർ ഞാൻ എല്ലാം ക്ലിയർ ആകുകയും ചെയ്തു. അമ്മ മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയ്ക്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ അമ്മയുടെ കൊടുക്കാം. എൻ്റെ പേര് ആനിയമ്മ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമേ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഞാൻ വന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെ പറ്റിയാണ്. എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. പണിസ്ഥലത്ത് വെച്ചൊരു വയ്യാഴികയുണ്ടായി. കിറി മൊത്തം കോടിപ്പോയിരുന്നു. പണിസ്ഥലത്ത് കൂടെ നിന്നയാൾ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ MRI സ്കാൻ എടുത്തു പറഞ്ഞ് ട്യൂമറാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായതിന് ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അങ്ങനെ ഒരാഴ്ച കടന്നു. ഒരാഴ്ച ബ്ലഡ് ടെസ്റ്റുകളും CT സ്കാനും എല്ലാം എടുത്തു. അന്നേരം ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ടായതാണ്, കുഴപ്പമില്ല, മെഡിസിൻ കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് മെഡിസിൻ തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഹസ്ബൻഡിന് സ്ട്രോക്ക് പോലെ ഉണ്ടായി, ആ കൈ തളർന്നു പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അവിടുത്തെ ഓക്സിജൻ കുറവാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഒരു ശീഷറിൻ്റെ ഒരു ഇഞ്ചക്ഷൻ തന്ന് ഞങ്ങൾ പെട്ടെന്ന് ഓക്സിജൻ വിട്ട് ഞങ്ങൾ ആംബുലൻസിനെ വെച്ച് ഞാൻ പ്രാർത്ഥികമായി എണ്ണയും ഉപ്പും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കാശുരൂപം കൈ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആംബുലൻസിൽ പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് പോയി. അങ്ങനെ 1.5 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെയും CT സ്കാനും MRI സ്കാനും ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം നടത്തി. അന്നേരം ഡോക്ടർ പറഞ്ഞു ട്യൂമറല്ല, ലെൻസിനകത്ത് പഴുപ്പ് കയറി തലച്ചോറിനെ വ്യാപിച്ചതാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സർജറിക്കുള്ള ഡേറ്റ് ഇട്ടു. സർജറിക്ക് മുമ്പേ ഹസ്ബൻഡിന് വിശുദ്ധ തൈലവും ഉപ്പും തേനും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ സർജറിക്ക് അയച്ചത്. അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ അമ്മ മാതാവിനോട് സർജറിക്ക് മുമ്പ് ഡോക്ടർ പറഞ്ഞത് 100 അല്ല 101% ആളിനെ കിട്ടുകയില്ലെന്നും അഥവാ കിട്ടിയാൽ തന്നെ ഒരു വശം തളർന്നു പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്കങ്ങനെ തളർന്നു തന്നെ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കരുത്, എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് മാതാവും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, എനിക്കങ്ങനെ തളർന്നു കാണാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഴയ ആരോഗ്യത്തോടെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്ത ചൊല്ലിയും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറി കഴിഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞു, മാക്സിമം പഴുപ്പെല്ലാം തലേന്ന് എടുത്തു കളഞ്ഞു, ഇനി 3 ദിവസം കഴിഞ്ഞേ ബോധം തെളിയുള്ളൂ, അത് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് ക്രിട്ടിക്കൽ ഐസിലേക്ക് മാറ്റി. അങ്ങനെ ഞങ്ങൾ ക്രിട്ടിക്കൽ ഐസിൽ വാതിൽക്ക് നിന്നപ്പോൾ നേഴ്സുമാർ പറഞ്ഞു
നേഴ്സുമാർ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും കൊണ്ടാണ് ഞാൻ അറിയിച്ചേക്കാം, IC കൂട്ടുകാർ ഇരിക്കുന്നിടത്ത് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തയും ചൊല്ലി, പ്രത്യക്ഷീണ പ്രാർത്ഥനയും കൊന്തയും പിന്നെയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 9:30 അങ്ങനെ ഹസ്ബൻഡ് അന്ന് തന്നെ ബോധം തെളിഞ്ഞു. ICയിൽ എല്ലാവരെയും കാണാൻ വന്നപ്പം ഹസ്ബൻഡ് നേഴ്സുമാരോട് ചോദിച്ചു, എല്ലാവരും ഓരോരുത്തരെ കാണാൻ വരുന്നുണ്ടല്ലോ, എന്നെ മാത്രം ആരും കാണാൻ വരാത്തത് എന്നതാണ്. ഞാൻ പോകാതെ 3 ദിവസം കഴിഞ്ഞല്ലേ ബോധം തെളിയുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നേഴ്സുമാർ പറഞ്ഞു, എന്നെ കാണണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഓർത്തത് മരിച്ചു പോയെന്നാണ്. ഞാൻ ചെന്നപ്പോൾ ശരിയാണ്, വർത്താനം പറയുന്നു, നാക്കിൻ്റെ ഒരു കുഴച്ചിലുമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഉപ്പ്, ഞാൻ എപ്പോൾ എവിടെ പോയാലും ഉപ്പും തൈലവും കാശ് രൂപ എണ്ണയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഹസ്ബൻഡ് എണ്ണയും നെറ്റിയിൽ വിശുദ്ധ തൈല എണ്ണയും നെറ്റിയിൽ തേച്ച് കൊടുത്ത തേനും ഉപ്പും കാശിലും പറ്റി പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു, ഒത്തിരി വർത്താനം പറയണ്ട, പെട്ടെന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഹസ്ബൻഡ് ചെറിയ നൈസായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച IC കിടന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ വാർഡിലിറക്കി അവിടെ ഒരാഴ്ച കിടന്നു. ഛർദിയുടെ സ്ലിപ്പെല്ലാം എടുത്ത ശേഷം ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ തലയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, സർജറി ചെയ്തതിൻ്റെ ഇഞ്ചക്ഷനുണ്ട്, അത് ചെയ്യണം, അത് മുടങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ലെൻസിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യണം. അതും ഇപ്പം ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കിടന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പിറ്റേ ആഴ്ച വരാനാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു. അങ്ങനെയാണ് മാതാവിൻ്റെ വലിയ അത്ഭുതം ഞങ്ങൾക്ക് സംഭവിച്ചത്. അവിടെ പത്രവുമായിട്ട് ചേച്ചിമാർ പൊതിച്ചോറുമായിട്ട് ഞങ്ങൾ വരുമായിരുന്നു. മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു, മാതാവിനെ വിശ്വാസമുണ്ട്. അങ്ങനെ ഭർത്താവ് തന്നെ കൃപാസന പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ അനക്കം ഉണ്ടായി. ഞാൻ അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം. അങ്ങനെ അന്നേ ദിവസം തൊട്ട് ഭർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം 7 മാസമായതേ ഉള്ളൂ. കികിറി മൊത്തം കോടിപ്പോയാലും ഒരു ഷേപ്പും ഇല്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചെല്ലും തോറും ഭർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ആൻജിയോഗ്രാമിനായി പോയി. ആൻജിയോഗ്രാം ഒരു കുഴപ്പമില്ലാതെ നടന്നു. ഭർത്താവിന് മാതാവിനെ വലിയ കൃപാസന മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു, മാതാവിനെ വിശ്വാസമുണ്ട്. പിറ്റേ ദിവസം ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ അനക്കം ഉണ്ടായി. ഞാൻ അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം. അങ്ങനെ അന്നേ ദിവസം തൊട്ട് ഭർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം 7 മാസമായതേ ഉള്ളൂ. കികിറി മൊത്തം കോടിപ്പോയാലും ഒരു ഷേപ്പും ഇല്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചെല്ലും തോറും ഭർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ആൻജിയോഗ്രാമിനായി പോയി. ആൻജിയോഗ്രാം ഒരു കുഴപ്പമില്ലാതെ നടന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇപ്പം ഇത്രയും പെട്ടെന്ന് ബെന്നി ഇങ്ങനെ ബെറ്റർ ആയതെന്ന്. ഡോക്ടർ പറഞ്ഞത് പയ്യെ എല്ലാം ആകുമെന്നേ ഉള്ളൂ പറഞ്ഞത്. അങ്ങനെ ഇപ്പം ഭർത്താവ് വണ്ടി ഓടിക്കും, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. നേരത്തെ കർത്താവിൻ്റെ ദിനചര്യകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇത്രയും ദൈവകൃപതൻ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കക്ഷത്തിന് ഏതോ ഒരു വേദന പോലെ തോന്നി. അപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളെടുത്ത് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വേദനയില്ലാത്തപ്പോൾ ഞാൻ തൊട്ട് നോക്കി, അവിടെ ആ തടിപ്പ് ഒരു ലേശം പോലും ഇല്ല. രണ്ടാമത് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനായതുകൊണ്ട് എനിക്കൊരു ജോലി വേണമായിരുന്നു. ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ കാഞ്ഞിരപ്പള്ളി ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ഒരു വിളിയുണ്ടായി. ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്നേരം എന്നോട് ഇൻ്റർവ്യൂ കഴിഞ്ഞു, തിങ്കളാഴ്ച തൊട്ട് എന്നോട് ജോലിക്ക് പോരാനാണ് പറഞ്ഞത്. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇപ്പോഴും ദൈവം മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൃപ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടിക്കും നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് ആരെന്ന് വന്നാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കും, എൻ്റെ ഇടവകയിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡുകളിലും കൊടുക്കും. പിന്നെ ഞാൻ
ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും. പിന്നെ പറ്റുന്ന ഇട ദിവസങ്ങളിലെല്ലാം ഞാൻ പോകും. പിന്നെ കുംസാരിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. നേരമുള്ളപ്പോൾ സാക്ഷ്യം കാണും. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈ കൈ ഉയർത്താൻ സാധിച്ച എല്ലാവർക്കും നന്ദി. മാതാവിൻ്റെ അനുഗ്രഹം. സങ്കീർത്തനങ്ങൾ 18:6. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അനിയമ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച 3 ദൈവാനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ കുടുംബം എങ്ങനെ പ്രതിസന്ധിയുടെയും തീഷ്ണരോഗത്തിൻ്റെയും നിമിഷങ്ങളിൽ പ്രത്യാശയോടുകൂടി സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ സുവിശേഷ വിഹിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. അതെങ്ങനെ രോഗസൗഖ്യത്തിനും കുടുംബത്തിനുള്ള സമാധാനത്തിനും കാരണമായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം മകളാണ് സാക്ഷ്യം പങ്കുവച്ചത്. ബാംഗ്ലൂരിൽ നഴ്സിംഗ് 3-ാം വർഷം പഠിക്കുമ്പോൾ പഠനം മുന്നോട്ട് പോകുവാൻ ഏറെ ക്ലേശിച്ചു. 4-ാം വർഷം വിജയിക്കുമോ എന്ന രീതിയിൽ ഏറെ പേടിയായി. അപ്പോഴാണ് മകൾ അവിചാരിതമായി ഒരു ദിവസം കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും അവിടെ BSc നഴ്സിംഗ് വിജയിച്ച ഒരു മകൾ തൻ്റെ ആദ്യ വർഷം മുതലുള്ള പരാജയങ്ങളുടെ കഥകൾ നിരന്തരമായി പറയുകയും അവസാനം ഉടമ്പടിയെടുത്ത് അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി വലിയ വിജയം നൽകിയതിനെ കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് മകള് കൃപാസനത്തിൻ്റെ ധ്യാനത്തെക്കുറിച്ച് സാക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അതിൽ സെർച്ച് ചെയ്യുക. ജോസഫ് അച്ഛൻ അതുകൊണ്ട് നമ്മളോട് എപ്പോഴും പറയും, നമ്മളൊരു ധ്യാനം കൂടുമ്പോൾ ഡെയിലി ബ്രെഡിൽ പങ്കുചേരുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം, ഷെയർ ചെയ്യണം, സ്റ്റാറ്റസ് ഇടണമെന്ന്. ഒരുപക്ഷെ നമുക്കത് ചിലപ്പോഴെങ്കിലും നിസ്സാരമായി തോന്നാം. എന്നാൽ അതിൻ്റെ വലിയ അർത്ഥം അതാരെങ്കിലും വേദനയിലും വല്ലാതെ ജീവിത പ്രതിസന്ധിയിലാകുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തുവാൻ, അവർക്ക് ജീവിതവും പ്രതീക്ഷയും കൊടുക്കുവാൻ സഹായിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ധ്യാനമോ ഒരു സാക്ഷ്യമോ ആയിരിക്കാം. അതുകൊണ്ട് അതിന് വലിയ മതിപ്പുണ്ട്. അതൊരു സുവിശേഷ പ്രവർത്തനമാണ് എന്ന് എന്നും അച്ഛൻ ധ്യാനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകൾ അങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിനം മുതൽ മകളുടെ ജീവിതം മാറുന്നു, രീതികൾ മാറുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ആത്മധൈര്യം കൂടുന്നു. ഓരോ സമയവും പഠനത്തിലേക്ക് ശ്രദ്ധയോടെ മുന്നേറുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, 4-ാം വർഷ പരീക്ഷ എനിക്ക് ഏറെ ക്ലേശകരമായിരുന്നു. എഴുതിയ നിമിഷങ്ങളിലൊക്കെ എനിക്ക് പേടിയായിരുന്നു. അത് വലിയ കഠിനമായ പരീക്ഷയായിരുന്നു. ആ സമയത്തോടെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അമ്മ ഓരോ തവണയും പരീക്ഷ പാടാണെന്ന് വിളിച്ചു പറയുമ്പോൾ അമ്മ പറയും മാതാവ് കൂടെയുണ്ടെന്ന്. അതാണ് ഉടമ്പടിക്കുള്ളൊരു ബലം. നമ്മുടെ ഭൗതികമായ കണ്ണുകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ തടസ്സവും ക്ലേശവും ബുദ്ധിമുട്ടും കാണുന്നതിൽ അമ്മ മാതാവ് കൂടെയുണ്ടെന്നൊരു ആത്മവിശ്വാസവും ഒരു ഉറപ്പും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു ക്ലേശാവസ്ഥയെയും മുന്നോട്ട് തരണം ചെയ്യുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. മകളുടെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ആ പരീക്ഷകളിലൊക്കെ കൊണ്ടുപോയത് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു കാശുരൂപം അമ്മയുടെ ശേഖരിച്ച് തൻ്റെ ഉടുപ്പിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചത്, അതെല്ലാം ആ പരീക്ഷയ്ക്ക് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി, സംരക്ഷണത്തിൻ്റെ അടയാളമായി വിജയം നൽകി മകളെ സഹായിച്ചുവെന്ന സഹോദരി പങ്കുവച്ചത് ജീവിത പങ്കാളിയുടെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ലഭിച്ച അതിവേഗ സൗഖ്യത്തെക്കുറിച്ചാണ്. മകൾ പറയുന്നുണ്ട്, ആദ്യം സ്ട്രോക്ക് പോലെ വന്നു, കുഴഞ്ഞു വീണ് ആശുപത്രിയിലെത്തുന്നു. പിന്നീട് സ്ട്രോക്ക് പോലെയുള്ള ചികിത്സയായി മാറുന്നു. പിന്നീട് തലച്ചോറിൽ പഴുപ്പ് കിട്ടിയതാണെന്ന് തിരിച്ചറിയുന്നു. അതിൻ്റെ ഓപ്പറേഷന് കയറ്റുമ്പോൾ പോലും അത് തിരികെ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഡോക്ടർമാർ വയ്ക്കുന്നില്ല. തിരികെ കിട്ടിയാൽ ഒരു വശം മുഴുവനും തളർന്നു പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ തീ കോരിയിടുന്ന വാക്കുകൾ മാത്രം സഹോദരിയോട് പറഞ്ഞുകൊണ്ടാണ് ജീവിത പങ്കാളിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ ഉടമ്പടിയിലുള്ള മകൾ അസാധ്യ കാര്യങ്ങൾ സാധിക്കുമെന്ന് വചനത്തിലൂടെ ആവർത്തിച്ച് തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള മകൾ വലിയ കാര്യങ്ങൾ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ അതിവേഗം അമ്മ മാതാവ് അത് സാധിച്ചു തരും. അത് വൈദ്യശാസ്ത്രത്തിലല്ല,
കഴിവിലല്ല, സമ്പത്തിലല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവശക്തി പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ദൈവം നമുക്ക് അനുവദിച്ചു തരുമെന്ന് ജോസഫ് അച്ഛൻ ആവർത്തിച്ച് നമ്മളോട് ഉടമ്പടി ധ്യാനത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അതേ വിശ്വാസത്തോടു കൂടി തൻ്റെ ജീവിത പങ്കാളിയെ ആ ഓപ്പറേഷന് വിട്ടുകൊടുക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് കോമയിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ വ്യക്തി ആദ്യ ദിവസം തന്നെ കോമയിൽ നിന്നും ഓർമ്മയിലേക്ക് തിരികെ വരുന്നു. വളരെ വേഗത്തിൽ സൗഖ്യത്തിലേക്ക് തിരികെ വരുന്നു. കൃപാസനം പത്രം അത് ദൈവവചനവും അച്ഛന് ജോസഫ് അച്ഛന് ഓരോ നാളുകളിലും അമ്മ മാതാവിലൂടെ ഈശോ കൊടുക്കുന്ന വെളിപാടുകളും ചേർത്ത് അത് ലോകത്തിന് ഇവാഞ്ചലൈസേഷന് വേണ്ടി, അത് സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി കൈമാറുന്ന സുവിശേഷ ദൂതാണ്. ആ സുവിശേഷ ദൂതും എത്ര കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ലഭിച്ച ജീവിതാനുഭവങ്ങളുമാണ് കൃപാസനം പത്രം മുഴുവനും നമ്മൾ വായിക്കുന്നത്. ദൈവികമായ ഒരു ഇടപെടൽ ഓരോ മാസത്തെയും കൃപാസനം പത്രത്തിൽ നമുക്ക് കാണാനാവും. നമ്മളതിൻ്റെ സാക്ഷ്യങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ, അച്ഛൻ്റെ ചിന്തകളിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കേവലം ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചല്ല, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും നമ്മളോട് ഓരോ സമയത്തും അത് ദൈവികമായ പ്രബോധനങ്ങളെ കൈമാറുകയാണ്. അത് സഹോദരൻ ആ കൃപാസനം പത്രം വലിയ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് തൻ്റെ കൈത്തലത്തിൽ വെച്ചുകൊണ്ടിരുന്നതെന്ന് സഹോദരി പറയുന്നുണ്ട്. അത് അല്പം കഴിയുമ്പോൾ തന്നെ കൈ അത് ഉയരുവാൻ പറ്റുന്ന വിധത്തിൽ, കൈയുടെ തളർച്ച മാറും വിധത്തിൽ സൗഖ്യത്തിലേക്ക് നയിച്ചുവെന്ന, ഏറെ നാളെടുത്ത് സുഖപ്പെടുമെന്ന് പറഞ്ഞ രോഗാവസ്ഥ 7 മാസം കൊണ്ട് സാധാരണ നിലയിലേക്ക് മാറുകയും ജോലി ചെയ്യുവാനും ജീവിതകാര്യങ്ങൾ ചെയ്യുവാനും പറ്റുന്ന വിധത്തിൽ സഹോദരനെ ശാക്തീകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വലിയ കാര്യങ്ങൾ ലോകത്തിന് കൈമാറുന്നതിൻ്റെ അടയാളമാണ്. നമ്മുടെ കുടുംബം ജീവിതത്തിൽ കടന്നു പോകുന്ന ഏതൊരു വലിയ പ്രതിസന്ധിയെയും പൂർണ്ണമായ ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഉടമ്പടിയിലുള്ള വിശ്വസ്തത, നേർച്ച വസ്തുക്കളുടെ പ്രയോഗങ്ങളിലുള്ള ആത്മാർത്ഥത, അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്നുള്ള ഉറച്ച ബോധ്യം, അത് നമുക്ക് കുടുംബത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിനും പരിഹാരവും സൗഖ്യവും സഹായവും കൊണ്ടുവന്നു തരും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. ആദ്യം തന്നെ കൃപാസനം മാതാവിനും ഈശോയ്ക്കും എൻ്റെ നന്ദി. ഈ വിശുദ്ധ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് യോഗ്യത തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ജനുവരി 9, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷിബിൻ ആൻ്റണി. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാനിപ്പോൾ പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ്. ഞാനിപ്പോൾ 14 വർഷമായിട്ട് ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം തന്നെ ഞാൻ കൃപാസനത്തിൽ വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും 2 കാരണങ്ങളായിരുന്നു. എൻ്റെ വീടിൻ്റെ ആധാരം 2011 സഹകരണ ബാങ്കിൽ ആയിരുന്നു ഒരു പ്രോപ്പർട്ടി വെച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് 40 വർഷമായിട്ട് നടപ്പ് വഴികൾ പോലും ഇല്ലായിരുന്നു. ആ 2 കാരണങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ടും ഇവിടെ ഞാൻ വെച്ചിരുന്നത്. 2023 എൻ്റെ മമ്മിക്ക് 2 സർജറികൾ ചെയ്യേണ്ടി വന്നു. 1 ബൈപ്പാസ് സർജറിയും 3 ആൻജിയോപ്ലാസ്റ്റി സർജറിയും വന്നതിൻ്റെ കാരണമായി ഞങ്ങൾക്ക് വലിയൊരു തുക ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകൾക്കായി ഉപയോഗിക്കേണ്ടതായി വന്നു. ആ ഒരു കാരണവശാൽ ഞങ്ങൾ 2011 എടുത്തിരുന്ന ഒരു ബാങ്ക് ലോണ് ഞങ്ങൾ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അത് പുതുക്കാൻ പറ്റാതെ വരികയും അതോടൊപ്പം തന്നെ ഈ ഒരു മമ്മിയുടെ ഒരു സർജറിയുടെ കാരണം മൂലം ഞങ്ങൾക്ക് വലിയൊരു കടബാധ്യതയിലേക്ക് പോകാൻ കാരണമായി. ഏകദേശം 26 ലക്ഷം രൂപ അടുത്ത് ഞങ്ങൾക്ക് കടബാധ്യത വന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഈ 26 ലക്ഷം രൂപ നികത്താനായി പല വഴിയും നോക്കിയെങ്കിലും ഒരു വിധത്തിലും എനിക്കത് സാധിച്ചില്ല. ലാസ്റ്റ് ഞാൻ കേരളത്തിലെ 14 ജില്ലകളിലുള്ള ബ്രോക്കർമാരെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും ഒരു ബ്രോക്കർ പോലും സ്ഥലം നോക്കാനോ വഴിയില്ലാത്തതിൻ്റെ കാരണമായി എടുക്കാനോ നടത്തിയില്ല. പിന്നീട് ഞാൻ പഞ്ചാബിൽ നിൽക്കെ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഇടുക്കിക്കാരൻ്റെ ചേട്ടൻ്റെ 27 ലക്ഷം രൂപ കടബാധ്യത നീങ്ങിയ ഒരു സാക്ഷ്യം എനിക്ക് കാണാനിടയായി. ആ സാക്ഷ്യം കണ്ടതോടുകൂടി തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നുകയും ഞാൻ ജനുവരി മാസം 9-ാം തീയതി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് ഏകദേശം 10 ദിവസം കഴിഞ്ഞു. ഞാൻ രാവിലെയും വൈകിട്ടും കറക്റ്റായി പ്രാർത്ഥനകൾ ചെയ്യുകയും
പേപ്പറുകൾ എല്ലാവരുടെ വീട്ടുകളിൽ കൊണ്ടുചെന്ന് ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. 10ാമത്തെ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ തോന്നി, നിന്നൊക്കെ വീട്ടിലോട്ട് എതിലെയാണ് വഴി വേണ്ടത്, ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ഉപ്പ് വിതറുക. ഞാൻ രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്കും എനിക്ക് എവിടെയാണോ വഴി ആവശ്യമുള്ളത് അവിടെ ഞാൻ ഉപ്പ് വിതറുകയും അതോടൊപ്പം തന്നെ ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്നൊക്കെ ലീവിന് വന്നിട്ടുണ്ടോ അന്നെല്ലാം പോയി ഞങ്ങൾ വഴി ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് ഈ ഒരു വഴിക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടാണ് അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചാൽ അത് ആയുധവും കഴുത്തിലിട്ടാൽ അത് ആഭരണവും എന്ന്. ആ ഒരു സാക്ഷ്യം എന്നെ ഒരുപാട് സ്പർശിച്ചു. ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈകളിൽ ഏന്തി ഞാൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്കൊരു വഴി വേണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ നിനക്ക് വഴി തരാം, എന്തിനാണ് നമ്മൾ തമ്മിൽ വൈരാഗ്യം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തന്നു കഴിഞ്ഞാൽ ഞാൻ ആ തോട് കെട്ടുന്നതിന് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് 6 ലക്ഷത്തി മേളിലായിട്ട് എനിക്കൊരു എമൗണ്ട് ആവും. അതുകൂടാതെ വഴിയുടെ എമൗണ്ട് അവർ പറഞ്ഞത് 20 ലക്ഷം രൂപയാണ്. അപ്പോൾ 20 ലക്ഷം രൂപയും ഈ 6 ലക്ഷം രൂപയുടെ കൂടുമ്പോൾ 26 ലക്ഷം രൂപ ഞാൻ ഈ ഒരു വഴിക്ക് വേണ്ടി തന്നെ മുടക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ആ തോടിൻ്റെ അതിലുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ആ തോടിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹം പിന്നെ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞു, തോടിൻ്റെ ഇതിലെയാണല്ലോ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ്. പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കാതെ ഞാൻ എവിടെയാണോ ഉപ്പിട്ടത് അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിലേ വഴി തരാമെന്ന്. അത് വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷം ഈ വഴി ഞങ്ങൾ ഉടനെ തന്നെ 2 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്തില്ല, എഗ്രിമെൻറ്റ് ചെയ്തു. വഴി 40 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. ഈ വഴിക്ക് വേണ്ടി 40 വർഷത്തിൽ ഞങ്ങൾ പലപ്പോഴായിട്ടും ഇദ്ദേഹത്തിൻ്റെയും പലരുടെയും വീട്ടിൽ ഞങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല വഴി. ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടിയിൽ 10ാമത്തെ ദിവസമാണ് എനിക്കിത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ ആ ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ഇതെനിക്ക് തന്നത്. അതിനുശേഷം ഞാൻ ഈ വഴിയുടെ എഗ്രിമെൻറ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഓക്കെ, ഇനി ആൾക്കാർ വരും എൻ്റെ സ്ഥലം മേടിക്കാൻ. ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആൾക്കാർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് ഇനി ഈ വഴി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഞാൻ 3 മാസം കഴിഞ്ഞു. ടോട്ടൽ 8 മാസത്തെ എഗ്രിമെൻ്റാണ് വെച്ചിരിക്കുന്നത്. 14 ലക്ഷം രൂപയ്ക്ക് വഴിയുടെ എഗ്രിമെൻറ്റ് ഉറപ്പാക്കി. അതിൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് നമുക്ക് 12 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ 12 ലക്ഷം രൂപ ഞാൻ ഓർക്കുന്നത് നമ്മുടെ സ്ഥലം വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഈ വഴിക്കും കൊടുത്ത് ഈ സ്ഥലം നമുക്ക് ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഒരു 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വരികയും ഞാൻ അച്ഛനെ കാണാനിടയാകുകയും ചെയ്തു. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ 11:30 ആയപ്പോൾ ഞാൻ അവിടെ മാനേജറുടെ റൂമിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഞാൻ 2:30 ആയപ്പോൾ ടോക്കൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ ഇത് പുതുക്കിയിട്ടില്ല, നീ പുതുക്കിയിട്ട് വാ, നിനക്ക് ഞാൻ പെട്ടെന്ന് ടോക്കൺ തരാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഓടിപ്പോയി പുതുക്കി തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ് ടോക്കൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഓർക്കി ഇനി നടപടിയുള്ള കേസല്ല എന്നോർത്തുകൊണ്ട് ഞാൻ കാശുരൂപം മേടിക്കാൻ വേണ്ടി അവിടെ കൗണ്ടറിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടന് ടോക്കൺ കിട്ടിയോ, അച്ഛനെ കാണാനുള്ള. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു, ചേട്ടാ അവിടെ ഒരു റൂമിൽ ഒരു ചേട്ടൻ ഇരുമ്പോൾ ചേട്ടനോടൊന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഓർക്കും അത് മാതാവാണ്. ഞാൻ നേരെ ആ റൂമിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മുന്നേ ഒരുപാട് ചേച്ചിമാർ അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം എനിക്ക് ടോക്കൺ എഴുതി തരികയും ഞാൻ അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. അച്ഛനെ കണ്ട ഉടനെ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ എനിക്ക് എൻ്റെ കവളത്ത് തട്ടിയിട്ട് പറഞ്ഞു, എടാ 6 എന്ന് പറയുന്ന ഒരു ഇത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാനൊരു പേടി, 6 എന്ന് പറയുന്ന നമ്പറാണോ 6 എന്ന് പറയുന്ന ഡേറ്റ് ആണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പേടിയായിപ്പോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. അതിന് ഇനി 8 മാസം ഉള്ളതിനകത്ത് ഇനി 3 മാസം കൂടിയേ ഉള്ളൂ ബാക്കി എഗ്രിമെൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓരോ 6-ാം തീയതി, 16-ാം തീയതി, 26-ാം തീയതി ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഈ 6-ാം തീയതി, 16-ാം തീയതി, 26-ാം തീയതികളൊന്നും നടന്നില്ല. ലാസ്റ്റ് എൻ്റെ 8-ാം മാസം 6-ാം തീയതി ഒരു വ്യക്തി എൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലം എഗ്രിമെൻറ്റ് ചെയ്യുകയും ഉടനെ തന്നെ അദ്ദേഹം എനിക്ക് നല്ലൊരു എമൗണ്ട് തരികയും ചെയ്തു. ആ വ്യക്തി 6-ാം തീയതിയാണ് വന്ന്. ആ വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ 6 ആണ്. അങ്ങനെ എനിക്ക് ആ സ്ഥലം മേടിക്കാൻ സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ 3 പ്ലോട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പ്ലോട്ടുകളും ഉടനെ തന്നെ എനിക്ക് വിൽക്കാൻ പറ്റുകയും അതിൻ്റെ എഗ്രിമെൻറ്റ് എമൗണ്ട് എനിക്ക് നൽകി. എഗ്രിമെൻറ്റ് എമൗണ്ട് വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കെ 2025 ജനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ വന്നു. പറഞ്ഞു, അദാലത്തുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരണം, ഇതിൽ വരികയാണ് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അദാലത്തിന് വേണ്ടി പപ്പായെ വിട്ടു. ഞാൻ അപ്പോൾ പഞ്ചാബിലായിരുന്നു. അപ്പോൾ പപ്പായെ വിട്ടപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ
നമ്മുടെ കൃപാസനത്തിലെ വെഞ്ചരിച്ച ഉപ്പ് എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് പപ്പ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പിടണം. പപ്പായ്ക്ക് ഒരു നല്ലൊരു എമൗണ്ട്, പപ്പ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് അവിടെ നിന്ന് കുറച്ച് തരുമെന്ന് പറഞ്ഞു. പപ്പ അതുപോലെ ചെയ്യുകയും ഏകദേശം 26 ലക്ഷം രൂപ ഉള്ളത് 21 ലക്ഷം രൂപ ആയിട്ട് കുറച്ച് ഞങ്ങൾക്ക് തരികയും ചെയ്തു. 21 ലക്ഷം രൂപ അടയ്ക്കണം 2 ആഴ്ചയ്ക്കുള്ളിൽ. എൻ്റെ സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഡേറ്റ് കിടക്കുന്ന 6 മാസമാണ്. ഞാൻ എങ്ങനെ അടയ്ക്കുമെന്ന് എനിക്കറിയില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ അത് അടച്ചില്ലെങ്കിൽ വീണ്ടും ഇത് 26-30 പോവുകയും ചെയ്യും മേളിലോട്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുകയും 2 നേരം ഞാൻ രാവിലെ 6 തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഞാൻ വ്രതം എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ദേവൻ തമ്പുരാൻ ഒരു വ്യക്തിയുടെ പേര് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയും ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചതും ആ ചോദിച്ച എമൗണ്ട് ഫുള്ള് 21 ലക്ഷം രൂപ എനിക്ക് ഒരു എഗ്രിമെൻറ്റ് പോലും ഇല്ലാതെ തരികയും ആ പൈസ ഞാൻ ഉടനെ തന്നെ ബാങ്കിൽ അടച്ച് എനിക്ക് എൻ്റെ ആധാരം റിലീസ് ചെയ്യാനും പറ്റി. അതോടൊപ്പം തന്നെ എൻ്റെ സ്ഥലം വിറ്റ് ആ എമൗണ്ട് അവർക്ക് അവർ പറയുന്നതിനെക്കാട്ടും ഒരാഴ്ച മുന്നേ എനിക്ക് തിരിച്ചു കൊടുക്കാനും പറ്റി. ഇതാണ് എനിക്ക് തന്ന ഏറ്റവും വലിയ സാക്ഷ്യം. അതോടൊപ്പം തന്നെ ഞാൻ പഞ്ചാബിലിരിക്കുമ്പോൾ ഞാൻ 1 മാസത്തിലേറെ ഞാൻ ഒരു വ്യക്തിയെ പഞ്ചാബിലെ മൊത്തം തപ്പി നടന്ന് എനിക്ക് അവിടെ വഴിയരികെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടുകയും ആ വ്യക്തിക്ക് 3 നേരം ഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രങ്ങൾ ഞാൻ എല്ലാ വീടുകളിലും എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ ഡെയിലി എനിക്ക് കുർബാന കാണാനുള്ള ഒരു അവസരം കിട്ടുകയില്ല അവിടെ. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് കുർബാന കാണുന്നത്. ഓൺലൈനായിട്ട് കുർബാന കാണുന്നത് ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. എനിക്ക് കുമ്പസാരിക്കാനാണെങ്കിലും ഞാൻ നാട്ടിൽ വരുമ്പോൾ 3 മാസത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പം ഞാൻ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാനും ഞാൻ പോകുന്നുണ്ട്. ഇതാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ജെറമിയ 32-ാം അധ്യായം 40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഷിബിൻ ആൻ്റണി എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. സഹോദരൻ ആദ്യം പങ്കുവച്ചത് തൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വേണ്ടി ഒരു വഴി ലഭിക്കുന്നതിന് 40 വർഷമായി കുടുംബം പരിശ്രമിക്കുന്നു. നിരന്തരമായി ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരോട് ചോദിക്കുന്നു. അവരത് എപ്പോഴും തിരസ്കരിച്ച് അത് ചോദിച്ചു വരേണ്ട എന്ന് നിരുത്സാഹപ്പെടുത്തി വിടുകയും ചെയ്യുന്നു. ആ ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന മകൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഉടമ്പടി ക്ലാസ്സുകളിൽ കേട്ടതും സാക്ഷ്യങ്ങളിൽ മനസ്സിലാക്കിയതുമനുസരിച്ച് ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്തേക്ക് കയറുവാൻ ഏറ്റവും ഉചിതമായ ഇടത്ത് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പൂർണ്ണമായും അമ്മയ്ക്കത് ഉടമപ്പെടുത്തിക്കൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വഴി തുറന്ന് ലഭിച്ച് എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ആര് പൂർണ്ണമായ വിശ്വാസത്തോടെ പ്രയോഗിക്കുന്നുവോ ആ ജീവിത വിഷയം എത്ര ഗൗരവമുള്ളതായിക്കൊള്ളട്ടെ, എത്ര നാൾ പഴകിയതായിക്കൊള്ളട്ടെ, ഇനി ഒരിക്കലും നമുക്ക് ലഭിക്കില്ലെന്ന് നമ്മൾ തന്നെ ഉറപ്പിച്ച് വിശ്വസിച്ച വിഷയമായിക്കൊള്ളട്ടെ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുന്നതിന് ദൈവകൃപയാൽ ഇതെനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ബോധ്യത്തോടെ ഉറപ്പോടുകൂടി നാം പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായി മാറും. സഹോദരൻ പറയുന്നുണ്ട്, എങ്ങനെയാണിത് അമ്മയുടെ ഇടപെടലിലൂടെ ലഭിച്ചുവെന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുക. സഹോദരൻ പറയുന്നുണ്ട്, ചെന്ന് വഴി ചോദിക്കുമ്പോൾ തോട്ടിറമ്പിലൂടെയുള്ള വഴി തരാമെന്ന് പറയുന്നു. അതെങ്കിൽ അത് ആ പ്രദേശത്തേക്ക് കയറുവാനുള്ള കാര്യമാവട്ടെ എന്ന് കരുതിയാണ് അതിനോട് എഗ്രിമെൻ്റ് ചെയ്യുന്നത്, അതിനോട് യെസ് പറയുന്നത്. അതിനോടൊപ്പമുള്ള ഭാരം പറയുന്നുണ്ട്. 20 ലക്ഷത്തോളം രൂപ വഴിക്ക് കൊടുക്കണം. ഒരു 6 ലക്ഷത്തോളം രൂപ ആ വഴി ശരിയാക്കിയെടുക്കുവാൻ തോടറമ്പിൽ കല്ല് കെട്ടുവാൻ മുടക്കണം. ഒരു 26 ലക്ഷം രൂപയുടെ ചെലവ് ഈ വിഷയത്തിലുണ്ടാകുമെന്ന് അറിയുകയും ചെയ്യാം. ആ സഹോദരൻ വഴി കാണിക്കുവാനായി എവിടെയാണോ പറഞ്ഞത് അവിടേക്കാണ് കൊണ്ടുവരുന്നത്. അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത വിഷയമായതുകൊണ്ട് സഹോദരന് പ്രത്യേകിച്ചൊന്നും അതിൽ തോന്നുന്നില്ല. തൊട്ടറമ്പിൽ വരുന്നു, അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നു, പിന്നീട് അവിടുന്ന് മുന്നോട്ടാണ് നീങ്ങുകയാണ്. ഈ നീക്കൽ ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. ഇങ്ങനെ ഒരാളെ കല്ലുപോലിരിക്കുന്ന ഒരാളെ ഒരു കരിയില പോലെ നീക്കുക, അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണ്. അതാണ്. എന്നിട്ട് ഈ നീങ്ങിപ്പോകുന്ന വ്യക്തി ചെന്ന് നിൽക്കുന്നത് എവിടെയാണോ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് അവിടെ മാത്രമാണ്.
അതാണ് ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്നതിന് നമുക്കുള്ള തെളിവ്. കാരണം ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ചവിടെ ചെന്ന് വ്യക്തി നിൽക്കുകയും ഇവിടുന്നുള്ള വഴി ശരിയാക്കി തോട്ടറമ്പല്ലാതെ ഇവിടുന്നുള്ള വഴി ശരിയാക്കി തരാമെന്ന് സഹോദരനോട് പറയുകയും ചെയ്യുന്നു. അത് ഒരു മനസ്സിനെ എത്ര കണ്ട് മാറ്റുന്നു. ഒരു നിയോഗത്തെ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിച്ച് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗത്തെ അതുപോലെ അമ്മ മാതാവ് ആദരിക്കുകയും അംഗീകരിക്കുകയും ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈശോ നമുക്കത് അനുവദിച്ചു തരുന്നു. സഹോദരൻ ആ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു, ഏതാണ്ടൊരു 14 ലക്ഷം രൂപയ്ക്ക് ആ വഴി എനിക്ക് സ്വന്തമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ അമ്മ മാതാവ് സെറ്റ് ചെയ്തു വന്നു. എന്ന് വെച്ചാൽ 26 ലക്ഷം രൂപ മുടക്കുവാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന ഉടമ്പടിയുടെ പ്രത്യേകമായ കഴിവ്, അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മകനത് 14 ലക്ഷം രൂപയ്ക്ക് ആ വഴി സ്വന്തമാക്കുന്നതിന് സഹായിച്ചു കൊടുത്തു. 40 വർഷം കൊണ്ട് നടക്കാതിരുന്നത് ഉടമ്പടി എടുത്ത് 10 ദിവസം കൊണ്ട് അനുവദിച്ച് കിട്ടി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മകനെ സഹായിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊന്ന്, വീണ്ടും ആ സ്ഥലം വിൽക്കുവാനായിട്ട് ഏറെ ക്ലേശിക്കുന്നു. ഒത്തിരി നാളായുള്ള പരിശ്രമം, വഴി കിട്ടിയപ്പോൾ വേഗത്തിൽ അത് വിറ്റുപോകുമെന്ന് കരുതി പരിശ്രമിക്കുന്നു. അത് എങ്ങും എത്താതെ വല്ലാതെ പ്രതിസന്ധിയിലാവുന്നു. അങ്ങനെയാണ് ഇവിടെ പുതുക്കുവാൻ വേണ്ടി വരുമ്പോൾ അച്ഛനെ കാണുവാൻ തീരുമാനിക്കുന്നത്. മകൻ പറയുന്നുണ്ട്, നിരന്തരം പ്രതിസന്ധി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരിക്കൽ ടോക്കൺ എടുക്കുവാനായി ക്യൂ നിന്ന് ഏറ്റവും മുൻപിൽ വരുമ്പോൾ പറയുന്നു ഉടമ്പടി പുതുക്കിയിട്ടില്ലെന്ന്. അപ്പോൾ ഏറ്റവും മുൻപിൽ നിന്ന ആൾ ഏറ്റവും പുറകിലേക്ക് മാറുകയാണ്. ഉടമ്പടി പുതുക്കുവാൻ പോകുന്നു. പുതുക്കി തിരികെ വരുമ്പോൾ അവിടെ ടോക്കൺ കൊടുക്കുന്ന വ്യക്തി ഇല്ലെന്ന് പറയുന്നു. അച്ഛനെ കാണുവാനുള്ള അവസരം നഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിലും നിരാശപ്പെടാതെ അമ്മ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിപ്പോകാമെന്ന് കരുതി സ്റ്റോളിൽ നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നൊരു വ്യക്തി പറയുന്നു, ടോക്കൺ കിട്ടിയോ എന്ന്. അങ്ങോട്ട് ആരോടും അവലാതി പറഞ്ഞില്ല, ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്നിട്ട് അകത്തേക്ക് ചെന്ന് ഒരാളോട് ഇരിപ്പുണ്ട് കണ്ടോളാൻ പറയുന്നു. ചെന്നയാൾ മറ്റൊന്നും തിരക്കാതെ ടോക്കൺ കൊടുക്കുന്നു. അച്ഛൻ്റെ ഇക്കൽ വരുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയുന്നു 6 എന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് അടയാളം. നമ്മുടെ ഉടമ്പടി പ്രകാരം നമുക്ക് അടയാളങ്ങൾ ലഭിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ഉടമ്പടി പ്രകാരമുള്ള ഒരു വിടുതൽ, ഒരു അഴിക്കൽ, ഒരു ആ പ്രശ്നത്തിലേക്കുള്ള ഒരു തുറവി അതിനകത്ത് നിർബന്ധം ഉണ്ടായിരിക്കും. അച്ഛൻ പറയുന്നുണ്ട് 6 എന്ന് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചോദിക്കാൻ പേടിയായി, 6-ാം മാസമാണോ, 6-ാം ദിവസമാണോ, 6-ാം തീയതിയാണോ, 16 ആണോ, 26 ആണോ, എല്ലാം മനസ്സിൽ. പിന്നീട് അടുത്തൊരു ചോദ്യത്തിന് ശരിക്കും ഉള്ളിൽ പേടിയായി. എങ്കിലും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ 6 എന്ന് എനിക്കൊരു സന്ദേശം കൈമാറുമ്പോൾ, കവിളിൽ തട്ടി വിടുമ്പോൾ അതൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ അയക്കുകയാണെന്ന് മകൻ പൂർണ്ണമായി വിശ്വസിച്ച് ഓരോ 6-ാം തീയതിയിലും ഓരോ 16-ഉം 26-ഉം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കരാർ തീരുന്നത് 8 മാസം കൊണ്ടാണ്. 8-ാം മാസം എത്തി, 6-ാം തീയതി എത്തി. 6-ാം തീയതി ഒരു വ്യക്തി വന്ന് സ്ഥലം കാണുന്നു. ആ സ്ഥലം ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുന്നു. നല്ല വില കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. പിന്നെ രണ്ടാമത്തത്, ആ പേര് തുടങ്ങുന്നത് 6 എന്ന ലെറ്ററിലുമാണ്. ഇതാണ് അടയാളം എന്ന് പറയുക. അടയാളത്തിന് വളരെ കോൺക്രീറ്റായ, യാതൊരു സംശയമില്ലാത്ത, നമ്മുടെ നിയോഗത്തെ ഇങ്ങനെ ഉള്ളുപൊളിക്കുന്നത് പോലെ വ്യക്തമാക്കി തരുന്ന സന്ദേശം അതിനകത്തുണ്ടാവും. മകൻ പറയുന്നുണ്ട്, വളരെ നന്നായി അമ്മ മാതാവ് ആ വിഷയം അങ്ങനെ സെറ്റിൽ ചെയ്ത് തരുവാൻ തീരുമാനിച്ചു. മറ്റൊരു വിഷയം വന്നു. അപ്പോൾ അത് ബാങ്കിലിരിക്കുന്ന ആധാരം എടുക്കണം. അവിടെ പണയം വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 29 ലക്ഷത്തോളം രൂപ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും രൂപ എവിടുന്ന് പെട്ടെന്ന് എങ്ങനെ ഒപ്പിക്കും, കയ്യിലില്ല. അപ്പനോട് പറയുന്നുണ്ട്. അപ്പൻ പോയി ആ ബാങ്കിൽ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാനേജരെ കാണുക, പലിശയ്ക്ക് നല്ല തോതിൽ ഇളവുണ്ടാകും. അത് ഉടമ്പടി കൊടുക്കുന്നൊരു ആത്മധൈര്യമാണ്. ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലൊരു നിയോഗം സമർപ്പിച്ച് അതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ആ വിശ്വാസത്തോടെ പ്രയോഗിച്ചാൽ അവിടെയുള്ള വിഷയങ്ങൾ അമ്മ മാതാവ് എന്ത് തന്നെയാണെങ്കിലും പരിഹരിക്കുവാൻ വഴി തുറക്കുമെന്ന്. അപ്പൻ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു, മാനേജരെ കാണുന്നു. മാനേജർ പറയുന്നു 21 ലക്ഷം രൂപ അടച്ചാൽ മതി. എത്രയോ ലക്ഷങ്ങളാണ് വേഗത്തിൽ പലിശ ഇളവ് അനുവദിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, 21 ലക്ഷം കൊടുക്കുവാൻ കയ്യിലില്ല. അപ്പോൾ വീണ്ടും മാതാവ് തന്നെയാണ് സഹോദരന്
സന്ദേശം കൊടുക്കുക, ഇന്ന വ്യക്തിയോട് ചോദിക്കുക. ഇതാണ് അടയാളമെന്ന് പറയുക. ഒരു വ്യക്തിയുടെ പേര് നമ്മുടെ ഉള്ളിൽ തോന്നിക്കുകയാണ്. അത് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഒരു സന്ദേശത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അമ്മ മാതാവ് ഈ പണം തരുവാൻ പറ്റുന്നൊരു വ്യക്തിയെ ഉള്ളിലേക്ക് തരുന്നു. വ്യക്തിയോട് ചോദിക്കുന്നു, വ്യക്തി പണം കൊടുക്കുന്നു, ആധാരമെടുക്കുന്നു, സ്ഥലം വിൽക്കാൻ പറ്റുന്നു, രജിസ്ട്രേഷൻ നടക്കുന്നു, കടബാധ്യത മാറുന്നു. വിഷയങ്ങളെല്ലാം ഒരുപോലെ സെറ്റിൽ ചെയ്ത് പരിഹരിച്ച് അമ്മ മാതാവ് ഒരു ജീവിത പ്രശ്നത്തെ ശുഭകരമാക്കി നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ മകൻ്റെ സാക്ഷ്യം ഉടമ്പടിയുടെ ഒരു ശ്രേഷ്ഠമായ ശുഭകരമായ സാക്ഷ്യത്തിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ്. കാരണം ഉടമ്പടി ജീവിതം പക്കയാണ്. അത് സാധിക്കുന്നത് പോലെയൊക്കെ ഉടമ്പടിയുടെ ഓരോ കാര്യവും ചെയ്യുവാൻ ആത്മാർത്ഥതയുള്ള ഒരു പരിശ്രമമുണ്ട്. ഒപ്പം ഉടമ്പടിയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളോട് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെയുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗവും ഉടമ്പടി സന്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും അത് ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മ ഇടപെട്ട് സമയച്ചുരുക്കത്തിൽ ഭാരം കുറച്ച് അസാധ്യമെന്ന് കരുതി ഏറെ നാളായി ക്ലേശിക്കുന്നത് വളരെ നിസ്സാരമായി നമുക്ക് പരിഹരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ സഹായിക്കട്ടെ. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനവും. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെ ഓർത്ത് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. എൻ്റെ പേര് പ്രീമ, ഹസ്ബൻഡ് എൽദോ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഡേവിഡ്. 2022 ജൂൺ 13 ഞങ്ങളുടെ വിവാഹം. 2 മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി. പക്ഷേ അത് ചെക്കപ്പിൽ ട്യൂബ് പ്രഗ്നൻസി ആണെന്നറിഞ്ഞു. ആയതിനാൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ലെഫ്റ്റ് ട്യൂബ് കട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ 2023 ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി. അത് മിസ്കാരേജായി. അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സൗദിയിലേക്ക് പോവുകയും ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. ആ സാക്ഷ്യങ്ങളിലൂടെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 2023 ജൂലൈ 17 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ, രാവിലെ പ്രത്യക്ഷണ പ്രാർത്ഥന, വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങളത് ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: 2 ദേശത്തു നിന്നും ഞങ്ങളെ യോജിപ്പിച്ച ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ എല്ലാ ദിവസവും കൈപിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി. കുഞ്ഞ് 8 മാസത്തോളം അവന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. 9-ാം മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് BP ഹൈ ആകുകയും ഫ്ലൂയിഡ് കുറയുകയും ചെയ്തു. പിന്നെ ഡോക്ടർ അഡ്മിറ്റാകാൻ പറഞ്ഞു. നവംബർ 16 എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ ജപമാല മാസത്തിൽ ഒക്ടോബർ 24 ഇവിടെ അഖണ്ഡ ജപമാല തുടങ്ങുന്ന 2 ദിവസം മുന്നേ ഞാൻ നോർമൽ ഡെലിവറിയിലൂടെ ഞാൻ ഈ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ഞാൻ ഇതിനു മുന്നേ ഞാൻ ഈ പ്രഗ്നൻറ്റിൻ്റെ സമയത്ത് തന്നെ എനിക്ക് 2-ാം മാസത്തിൽ ബ്ലീഡിങ് വന്നിരുന്നു. ഈ കുഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ അവൻ ബ്ലീഡിങ് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു. കാരണം എനിക്ക് 2 അബോർഷൻ നടന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പേടിച്ചു പോയി. കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്, 3-ാമത്തെ ഒരു കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു.
ഉടനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് എനിക്ക് ആദ്യം ചൊല്ലേണ്ടി വന്നത്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4ാമത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് നിൽക്കുകയാണ് ചെയ്തത്. ഹസ്ബൻഡ് ഉറങ്ങുമായിരുന്നു. ഹസ്ബൻഡ് രാവിലെ 7 മണിക്ക് ഓഫീസിൽ പോകണം. അപ്പം ഞാൻ ഹസ്ബൻഡിനെ ഉണർത്തണ്ട എന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ എനിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് ഉടനെ ചെന്ന് ബൈബിളാണ് വായിച്ചത്. ഹസ്ബൻഡ് ഞങ്ങൾ അന്നേരം ഹസ്ബൻഡ് അന്നത്തെ ദിവസം ഓഫീസിൽ പോകുന്നതിന് മുന്നേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല കുഞ്ഞിന്. അങ്ങനെ എൻ്റെ ദൈവം ആ സമയത്ത് അവനെ കാത്തുപരിപാലിച്ചു. പിന്നീട് ഇത്രത്തോളം ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കുഞ്ഞ് എനിക്ക് ഡെലിവറി എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവന് ബ്രീത്തിൻ്റെ ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ അവർക്കൊരു സംശയം തോന്നി. അവർ എക്കോയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ ഇവനെ എക്കോയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിൽ ഒരു ചെറിയ ഹോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ ഭയന്നു. കൂടുതൽ മാതാവ് ഞങ്ങളെ പരീക്ഷിക്കുകയാണോ എന്ന് ആദ്യം കരുതിയെങ്കിലും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കുഞ്ഞ് നമ്മൾ ഈ ദുർഘട നിമിഷത്തിലൂടെ കടന്നു പോകണം. കാരണം ഈ കുഞ്ഞ് നാളെ വലിയൊരാളാകുമ്പോൾ നമ്മുടെ മിടുക്കല്ല, ഇത് ദൈവത്തിൻ്റെ മിടുക്കാണെന്ന് എല്ലാവരോടും നമുക്ക് പറയാൻ ദൈവം തന്നൊരു സമയമായിരിക്കും. ആയതിനാൽ നമ്മൾ ഈ നിമിഷവും കടന്നു പോകണം എന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഈ കുഞ്ഞിന് എൻ്റെ ദൈവം എന്നിട്ട് 6 മാസത്തെ സ്കാനിങ്ങിന് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഹാർട്ടിൽ എക്കോയ്ക്ക് പിന്നീട് അവനെ വിധേയമാക്കി. എന്നിട്ട് അവർ പറഞ്ഞു 95% ഈ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ള വളർച്ചയിലും എൻ്റെ ദൈവം ഈ കുഞ്ഞിന് സൗഖ്യം നൽകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും കുടുംബത്തോടെ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം, ആവേ മരിയ. ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഒരു നേരം അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് സ്നേഹം പങ്കിടുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ വചനവായന ഞങ്ങൾ വായിക്കും. കുമ്പസാരം, കുർബാന, ഇവിടെ ഡെയിലി ഞങ്ങൾ കുർബാന നാട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കും. ഹസ്ബൻഡാണേലും ഞായറാഴ്ചകളിൽ ഹസ്ബൻഡും ഞാനും ഞായറാഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഉപവാസം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ബുധനാഴ്ച പറയുന്നുണ്ടെങ്കിലും ഞാൻ ഉപവാസം എടുത്തിരുന്നു. 50 നോയമ്പിൻ്റെ സമയത്ത് ഞാൻ വെള്ളിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് കരുണയുടെ ജപമാല, കുരിശിൻ്റെ വഴി ഇതെല്ലാം ചൊല്ലിയിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം, കൃപാസനത്തിലെ പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് 2 കെട്ട് വാങ്ങിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. ഞാൻ ഈ ഡെലിവറിയുടെ സമയത്ത് തന്നെ കുർബാന കഴിഞ്ഞ ഉടനെ ഞാൻ ഓരോ വീടുകളിലും പോയി, ഞങ്ങളുടെ ആ ദേശത്തുള്ള വീടുകളിലൊക്കെ പോയി അക്രൈസ്തവരായ വ്യക്തികൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. ഇതുവരെ നടത്തിയ ദൈവത്തിന് 1000 നന്ദി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 മാസം ശേഷം തന്നെ പ്രീമ പ്രഗ്നൻ്റ് ആവുകയും ആദ്യത്തെ പ്രസവം ട്യൂബൽ പ്രഗ്നൻസി ആയി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതോടെ തന്നെ പ്രീമയുടെ ഒരു ട്യൂബ് കട്ട് ചെയ്യുകയും ചെയ്തു. അത് വളരെ പിന്നെ അത് പെർമനൻ്റായിട്ട് നമുക്ക് അത് പിന്നെ എൻഡ് കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അത് പിന്നെ അതുവഴി പ്രഗ്നൻ്റ് ആയില്ല. പിന്നെ രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ അത് മിസ്കാരേജ് ആയിപ്പോയി. അതോടുകൂടി ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. എന്നിരുന്നാലും ദൈവത്തെ ഞങ്ങൾ പ്രത്യാശിച്ചു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിൽ ഒരു നിയോഗമായി തന്നെ വെച്ചു. ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. സങ്കീർത്തനങ്ങൾ 37, 18, 19 തിരുവചനങ്ങൾ. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല. ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാവും. പ്രീമ വർഗീസ് എന്ന ഈ മകളും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു.
അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 തവണ പ്രഗ്നൻസി സംഭവിക്കുകയും ആദ്യത്തത് ട്യൂബൽ പ്രഗ്നൻസിയായി, രണ്ടാമത്തത് മിസ്കാരേജായി വീണ്ടും അവരുടെ ആ ദാമ്പത്യ ജീവിതം തുടങ്ങിയ നാളുകളിൽ തന്നെ വലിയ സങ്കടങ്ങളിലേക്ക് അവരെ നയിച്ചതിനെയാണ് അവരാദ്യം സൂചിപ്പിച്ചത്. എന്നാൽ അമ്മയുടെ തിരുനടയിൽ നല്ല ശരണത്തോടെ എത്തി അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയതും അമ്മ മാതാവ് ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ആ പ്രീമ പറഞ്ഞ വാക്കുകൾ കുറേ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പ്രതിസന്ധികളിലൂടെ ആ പ്രഗ്നൻസി കാലഘട്ടം മുന്നോട്ട് പോയിരുന്നു. 2ാമത്തെ മാസം സ്പോട്ടിങ് കാണുമ്പോൾ അതേറെ ക്ലേശം നൽകുന്നുണ്ട്. പ്രീമ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഭർത്താവ് അതറിയുമ്പോൾ ആദ്യം തന്നെ പോയി ബൈബിളെടുത്ത് വായിച്ചു. അതാണ് ആദ്യം ചെയ്ത പ്രവൃത്തി എന്ന് പറയുക. കാരണം പാനിക്കായി എങ്ങോട്ടൊന്നുമില്ലാതെ ഓടുകയല്ല, മറിച്ച് ഞാനിത് ഉടമ്പടിയിലാണ്, ദൈവികമായൊരു സംരക്ഷണ പദ്ധതിയിലാണ്, ദൈവത്തോട് എൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തെ ഞാൻ സമർപ്പിക്കുന്നു, ദൈവത്തിന് ഞാൻ ശരണപ്പെടുന്നു. അതൊരു നിലപാടാണത്. മറ്റൊന്ന് വീണ്ടും പറയുന്നുണ്ട്, അത് 8ാം മാസം മുതൽ ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴും അമ്മ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അമ്മ മാതാവ് ഇതൊന്നും കൂടുതൽ നാശത്തിലേക്കും ക്ലേശത്തിലേക്കുമല്ല, അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും എന്ന ബോധ്യത്തോടു കൂടിയാണ് ആ നാളുകൾ മുഴുവനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മുടെ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ നമുക്ക് പറയും, നമുക്ക് പ്രൊമോഷനുണ്ട്, ചില കാലങ്ങളിൽ പ്രോസസ് ഓഫ് പ്രൊമോഷനുണ്ട്, ഉയർച്ചകളുണ്ട്, ഉയർച്ചകളിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രക്രിയകളുമുണ്ട്. ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ പറയും, ഉടമ്പടി നിങ്ങൾ വൃത്തിയായി ജീവിക്കുന്നുണ്ടോ, നിങ്ങൾ ഡീപ്രൊമോഷനിലേക്ക് ഒരു കാലത്തും പോവില്ല. നിങ്ങൾ നഷ്ടധൈര്യരായി എല്ലാം നഷ്ടപ്പെട്ടവരും എല്ലാം പരാജയപ്പെട്ടവരും എന്നും കണ്ണീര് മാത്രമായി ജീവിതം പോവില്ല. ചിലപ്പോൾ കൂടുതൽ മികച്ചത്, കൂടുതൽ അനുഗ്രഹമുള്ളത് ജീവിതത്തിലേക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടി ഈ ഉയർച്ചയുടെ പ്രക്രിയയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടാം. അത് ഒരു ശുദ്ധീകരണമാകാം, അത് ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാവാം, അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ തീഷ്ണതയോടുകൂടി മുന്നോട്ട് നയിക്കുന്നതാവാം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളെ കുറേ കൂടി നന്മയായി ദൈവസ്നേഹത്തോടുകൂടി ചെയ്യുവാൻ നമ്മളെ തന്നെ ബലമുള്ളതാക്കുന്നതാകാം. ഈ മക്കൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തത് പ്രീമയാണെങ്കിലും ഉടമ്പടി എടുത്തത് മുതൽ അവർ ഭാര്യയും ഭർത്താവും ഒരുപോലെ ഒരുമിച്ച് പ്രാർത്ഥനയിലായിരുന്നു, ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു, ദൈവികമായ സംരക്ഷണം അനുഭവിച്ച് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അവിചാരിതമായ പ്രയാസങ്ങൾ വരുമ്പോൾ പതറിപ്പോവാതെ, എല്ലാം അവസാനിക്കുന്നുവെന്ന് സങ്കടപ്പെടാതെ, കൂടുതൽ ദൈവികമായ ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന് സന്ദേശം കൈമാറിയ അമ്മയുടെ കരങ്ങളിലേക്ക് ഏതൊരു ജീവിത ദുരന്തത്തെയും പൂർണ്ണ ശരണത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾ നിസ്സാരമായി അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി അമ്മ മാതാവ് സഹായിച്ചതിന്, പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവനും പരിഹരിച്ച് കുടുംബത്തിന് പ്രത്യാശ പകർന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയും മാതാവേ, ഞാൻ ആദ്യമായി അമ്മയോട് സോറി ചോദിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റായതിന്. ഞാൻ 2021 10ാം മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണ്. ആ സമയത്ത് ഞാൻ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് കിട്ടിയില്ല. വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ OET പാസ്സായത്.
അതിൻ്റെ ശേഷം ഞാൻ ഓസ്കിക്ക് വേണ്ടി തയ്യാറെടുത്ത സമയങ്ങളെല്ലാം കുറച്ച് വിസ പ്രോബ്ലംസും എല്ലാം എനിക്കുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഞാൻ ഡെയിലി ഞാൻ പ്രാർത്ഥനയിലെല്ലാം പങ്കുചേർന്ന് യൂട്യൂബിൽ അച്ഛൻ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ വിസ തടസ്സങ്ങളെല്ലാം മാറി ഞാൻ കഴിഞ്ഞ വർഷം 2024 ജൂലൈ മാസം ഞാൻ ന്യൂസിലൻഡിൽ പോയി. ഞാൻ എനിക്ക് ഓസ്കി ആയിരുന്നു കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒരു കൊഹർട്ട് ബാച്ചായിട്ട്, അതായത് ഒരു മാസത്തെ കോഴ്സ് 10 ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർക്കണം, 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമായിരുന്നു ടോട്ടൽ. ചെന്നപാടെ എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ റൂമിൽ എനിക്കൊരു കുട്ടീനെ കിട്ടി. കുട്ടി ഓൾറെഡി ഉടമ്പടി എടുത്ത ഒരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരാനും ഞങ്ങൾ രണ്ടുപേരും തൈലം പൂശി പ്രാർത്ഥിച്ച് എല്ലാ എക്സാം ദിവസങ്ങളിലും പോകുമായിരുന്നു. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പോലും ഞാൻ എക്സാമിന് ഫെയിലാവുകയോ വർക്ക് കുറയുകയോ ചെയ്യില്ലോ. ഞങ്ങൾക്ക് കാൽക്കുലേഷൻ എക്സാമിന് 100 ഔട്ട് ഓഫ് 100 കിട്ടണമായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ എക്സാം എഴുതി തുടങ്ങിയത്. എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 100 ഔട്ട് ഓഫ് 100 കിട്ടുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ വേറൊരു സാക്ഷി, ഇത് ഞാൻ ഉടമ്പടി എടുക്കാത്ത ഒരു സാക്ഷിയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പറയുന്ന സാക്ഷിയാണ്. കഴിഞ്ഞ മാസം 3-ാം തീയതി ഒരു 7:30 ആയപ്പോൾ ഒന്ന് കൊച്ച് ചെറിയൊരു കസേരയിൽ നിന്ന് വീണതേ ഉള്ളൂ. അന്നേരം അവൾ സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ ഒന്ന് കരഞ്ഞു. തലയ്ക്ക് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ അത്ര കാര്യമാക്കിയൊന്നുമില്ല. അത് കഴിഞ്ഞ് അവൾ ഫുഡൊക്കെ കഴിച്ച് നോർമലി ഉറങ്ങുന്ന പോലെ അവൾ ഉറങ്ങി. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞ് അവളെ കിടത്താൻ നോക്കുമ്പോൾ അവൾക്കെന്തോ ഒരു വെല്ലാഴിക പോലെ തോന്നി. ഹസ്ബൻഡ് കുറേ പ്രാവശ്യം മോളെ കുഞ്ഞാവേ എന്ന് വിളിച്ചിട്ടൊന്നും ഇവൾ അനങ്ങുന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഐസാണ് അബ്രോളിങ് ആയിപ്പോയി. കൊച്ചൊരു വടി പോലെ സ്റ്റിപ്പായിപ്പോയി. ഒന്ന് ഛർദ്ദിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ്. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾ അപസ്മാരത്തിൻ്റേതായ ഒന്നും ഞങ്ങൾ അന്നേരം ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വീണ്ടും ഞങ്ങൾ താഴെ കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കിയിരുന്നു. കൊച്ചൊന്നും കൂടെ ഛർദ്ദിച്ചപ്പോൾ തന്നെ കൊച്ച് ഒരു നിശ്ചല അവസ്ഥയിൽ അൺറെസ്പോൺസീവ്നെസ് ആയിപ്പോയി. ഒന്നുമില്ല കൊച്ചിന്. ഞാൻ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ വേഗം വണ്ടിയെടുത്ത്, കാരണം നൈറ്റ് ടൈം ആയതുകൊണ്ട് പീഡിയാട്രിഷ്യന്മാർ വരലേസാണ്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫർമേഷൻ കൊടുത്ത് ഒരു പീഡിയാട്രിക് എമർജൻസി വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും വിളിച്ചു പറഞ്ഞു. എനിവേ എല്ലാവരും സജ്ജമായിരുന്നു. പക്ഷേ എനിക്കറിയാം ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ കൊച്ചിനെയും കൊണ്ട്. എൻ്റെ കൊച്ച് മരിച്ചെൻ്റെ കയ്യിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞാനും എൻ്റെ മമ്മി എൻ്റെ ഹസ്ബൻഡും കൂടെയാണ്. ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്ന കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ ഉറക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലൊരു പൾസോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയാം എൻ്റെ കുഞ്ഞിനൊന്നുമില്ല എന്ന്. ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായപ്പോഴും കുഞ്ഞനങ്ങുന്നുമില്ല, ഒന്നുമില്ല. ഞാൻ ഞുള്ളി നോക്കി പിച്ചി നോക്കി എല്ലാം ചെയ്ത് നോക്കി കുഞ്ഞനങ്ങുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ സഞ്ചാരി മാതാവേ, നീ ഇന്നും ജീവിക്കുന്നവളാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് അന്നേരത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാൻ അവിടെ നിന്ന് സ്റ്റാഫിൻ്റെ കയ്യിലേട്ട് ഒരു വടിയ പോലെ ഒരു ശരീരം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. കുഞ്ഞിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്ത് ട്രോളിയിലേക്ക് കിടത്തിയതും കുഞ്ഞൊരു അബ്നോർമൽ ക്രൈ എന്നൊന്നും പറയില്ല, എങ്കിലും ഒരു സൈനായിട്ടൊരു അബ്നോർമൽ ക്രൈ ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ വേഗം പീഡിയാട്രിക് എമർജൻസി കൊച്ചിനെ കൊണ്ടുപോയി. പക്ഷേ കൊച്ച് ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ കൊച്ച് കരഞ്ഞു. കൊച്ചിന് ക്യാനിൽ ഇട്ടപ്പോഴും എല്ലാം കൊച്ച് കരഞ്ഞ് റെസ്പോണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവർ സീറ്റിക്ക് എടുത്തു. സീറ്റ് ചെയ്തത് നോർമലായിരുന്നു. സീറ്റ് നോർമലായതുകൊണ്ട് ഇനി അപസ്മാരത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞു, എന്നാൽ EG ചെയ്യാമെന്ന് പറഞ്ഞു. EGയും ചെയ്തു, അതും നോർമലായി. ഈ സമയമെല്ലാം മാതാവിൻ്റെ കാശുരൂപവും ഒരു കുഞ്ഞൊരു മാതാവിൻ്റെ രൂപവും എൻ്റെ മൊബൈലിൽ എപ്പോഴും ഉണ്ടാകും. അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവിനോട് ഞാൻ മുട്ടിപ്പായിട്ട് മാതാവ് നിൻ്റെ മുമ്പിൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കാവേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തിരിച്ചു തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഫലമായി അമ്മ മാതാവ് എനിക്ക് എൻ്റെ ഈ കുഞ്ഞിനെ തിരിച്ചു തന്നതെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ 2021 തൊട്ട് തന്നെ ഞാൻ പ്രേക്ഷിത വിലയായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം ഞാൻ ഇവിടെ വന്ന് പുതുക്കുമ്പോഴെല്ലാം മേടിക്കും, എല്ലാം വിതരണം ചെയ്യാറുണ്ട്.
പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ മെഡിക്കൽ കോളേജുകാർ വന്ന് ഫുഡ് എടുക്കാറുണ്ട്. ഞങ്ങളുടെ അവിടെ അങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ വസ്ത്രം, ഞാൻ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ മുന്നേറുന്നുണ്ട്. ഞാൻ ഒഴിവു സമയങ്ങളിലൊക്കെ മാക്സിമം ഞാൻ പ്രാർത്ഥിക്കാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ദൈവവചനം കേൾക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയോ, റിപ്പീറ്റ് ആണെങ്കിലും കേട്ടതാണെങ്കിലും 5 മിനിറ്റോ അല്ലെങ്കിൽ അത് കേൾക്കാനാണ് ശ്രമിക്കുന്നത്. 91 സങ്കീർത്തനം 10 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു: നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇവിടെ ടിൻഡു ജോസഫ് തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ടിൻഡുവിൻ്റെ വളരെ ദൃഢമായ വിശ്വാസമാണ്, പരിശുദ്ധമ്മയിലുള്ള ആശ്രയവും ഈശോയിലുള്ള വിശ്വാസവുമാണ് തനിക്കുണ്ടായ ഈ അനുഭവങ്ങളെയെല്ലാം തരണം ചെയ്യാൻ സാധിച്ചതെന്ന് ഇവിടെ നമ്മോട് ഏറ്റുപറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് നാം ഓരോ തവണയും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യാദൃച്ഛികമായി വരുന്ന അപകടങ്ങളെയും നമ്മിലേക്ക് കടന്നു വരുന്ന അസ്വസ്ഥതകളെയും എല്ലാം കൈകാര്യം ചെയ്യുവാനും അതിനെ ചെറുത്ത് അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും മനസാന്നിധ്യവും അതിനെ ആധ്യാത്മികമായി കാണാനുള്ള ഒരു വലിയ കരുത്തുമാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്നത് നമുക്കറിയാം. ഓരോ സാക്ഷ്യത്തിലും നാം കേൾക്കുന്നത് ഇതാണ്: എനിക്ക് പണ്ട് ധൈര്യമുണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് നല്ല ധൈര്യം വന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക കൃപയാണ്. ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് ധീരതയോടെ എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള വലിയ കൃപ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സഹോദരി ഉടമ്പടിയെടുത്ത് 2ാമത്തെ പുതുക്കലിൽ തനിക്ക് OET പാസ്സാകാൻ സാധിച്ചു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തനിക്ക് വലിയ സ്നേഹവും അടയാളവും നൽകി തൻ്റെ ഭൗതികമായ ഒരാവശ്യത്തിൽ ഇടപെട്ടു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ ഭൗതികമായ ഇടപെടലിലും പരിശുദ്ധ അമ്മയോട് നമുക്കുള്ള സ്നേഹവും ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഓരോ അടയാളവുമാണ്. ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, നമ്മുടെ ഉടമ്പടി അനങ്ങി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നു, ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ള നമ്മുടെ അവബോധത്തിലേക്ക് വരുമ്പോഴാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വളരെ പ്രധാനമായി ഈ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ അമ്മ ഇവിടെ നമ്മോട് പങ്കുവെച്ചത്. വളരെ ഒരു ദിവസം പെട്ടെന്ന് ഈ കുഞ്ഞ് ഒരു നോർമൽ ചെയറിൽ നിന്ന് താഴേക്ക് വീണപ്പോഴുണ്ടായ ഇവരുടെ ആശങ്ക, കുഞ്ഞ് പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേരും നേഴ്സസാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തിൻ്റെയും സിംറ്റം മനസ്സിലാകുകയും ചെയ്യും. പെട്ടെന്ന് 1 മണിക്കൂറുള്ള ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഇവർക്ക് മനസ്സിലാകുന്നത് കുഞ്ഞ് കൈവിട്ടു പോയി. ഒരു സ്റ്റിഫായ ഒരു വടി പോലെയുള്ള ഒരു ചലനമറ്റ കുഞ്ഞിനെ കൊണ്ടാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു എന്ന് വരുന്ന അവസ്ഥയിൽ അമ്മയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വിളിക്കപ്പുറത്ത് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ അടുത്തേക്ക്, ഹോസ്പിറ്റലിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സാഹചര്യങ്ങളിലേക്കും എല്ലാം കടന്നു വരുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യം നമുക്കുണ്ടാകുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഏറ്റുവാങ്ങാനുള്ള വലിയ ഒരു ശക്തി കൂടി നമുക്ക് നൽകുകയാണ്. വളരെ ശക്തമായ സാക്ഷ്യങ്ങളാണ് ഓരോരുത്തരും ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നത്. കാരണം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുമ്പോൾ അത്രമാത്രം അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമീപസ്ഥയാകുന്ന അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് മാധ്യസ്ഥം വാങ്ങി പ്രാപിച്ചു തരുന്നത്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ വീണ്ടും നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുവാനും നിത്യതയോളം ഈശോയോട് കൂടി ആയിരിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മുന്നേറുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ, ഈ അൾത്താരയിൽ വരുവാനുള്ള സൗഭാഗ്യം നമുക്ക് വീണ്ടും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം